വെറൈറ്റി പടം സോറി, അത് വേണമെങ്കിൽ തുടക്കത്തിൽ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിച്ചിട്ട് അങ്ങനെ തുടങ്ങാം നമുക്ക് വീഡിയോ. കുറെ കാലത്തിന് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുന്നത്, ഫ്ലിക്സ് ആൻഡ് ടോക്സ്. ഇതിപ്പോൾ 2024 കഴിഞ്ഞു. ഒരു രസമുള്ള വർഷമായിരുന്നു സിനിമ കാണലുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക്. ആ ഒരു സിനിമാനുഭവങ്ങൾ പങ്കുവെക്കുക, ഇഷ്ടപ്പെട്ട സിനിമകളെ കുറിച്ച് പറയാം, ഇഷ്ടപ്പെടാതെ പോയ ചില സിനിമകളെ കുറിച്ച് പറയാം. അത്രയൊക്കെയുള്ള ഒരു റാൻഡം അൺപ്രിപ്പയർഡ് കോൺവെർസേഷൻ. അതാണ് ഈ വീഡിയോ. അപ്പോൾ 2024 ഇപ്പോൾ ഒരുപാട് മലയാള സിനിമ നല്ല സിനിമകൾ വന്ന ഒരു വർഷമാണ്. മാത്രമല്ല ഇന്ത്യൻ ഒരു ഇതിൽ വലിയ ഡിസ്കസ് ചെയ്യപ്പെട്ട ഒരുപാട് മലയാള സിനിമകൾ വന്ന ഒരു വർഷം കൂടിയാണല്ലോ. അപ്പോൾ ആവേശമാണ് 2024 എന്നെ സംബന്ധിച്ച് ഒരു ഒരു എന്താ പറയാ, ഒരു ടോട്ടൽ എക്സ്പീരിയൻസ് തന്ന ഒരു സിനിമ എനിക്ക്. അപ്പൊ നമ്മളിപ്പോ ബിഗ് സ്ക്രീനിലായാലും അതെ, നോർമൽ സ്ക്രീനിലായാലും അതെ, എങ്ങനെയാണെങ്കിൽ പോലും ആ സിനിമ നമ്മൾ ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. ഇടക്കിടയ്ക്ക് ഇരുന്ന് കാണുക, കോമഡിക്ക് ഇരുന്ന് കാണുന്ന രീതിയിൽ വലിയ രസമായിട്ട് തോന്നി. കിഷ്കിന്ധാകാന്ഡം വളരെ ഗംഭീരമായ ഒരു സിനിമയായിരുന്നു. അതൊരു ലോക സിനിമയിലേക്കൊക്കെ ഉള്ള നമ്മളെ ഒരു കാൽവയ്പ് പോലത്തെ ഒരു നല്ല സിനിമയായിരുന്നു. പിന്നെ ഏതായിരുന്നു ഇപ്പൊ നല്ലൊരു പടം? മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ നല്ല സിനിമയായിരുന്നു. മഞ്ഞുമൽ ബോയ്സ് ഞാൻ എൻജോയ് ചെയ്തൊരു പടം. അതെ അതെ അതെ. പിന്നെ പ്രേമലു. പ്രേമലു ഭ്രമയുഗം. എല്ലാ സിനിമകളും ഭ്രമയുഗം ഗംഭീര പടമായിരുന്നു. എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ഞാൻ ആവേശം കഴിഞ്ഞ ഏറ്റവും എൻജോയ് ചെയ്ത പടം ഭ്രമയുഗം. തിയേറ്ററിൽ ഞാൻ പക്ഷെ അല്ലാതെ ചെറിയ സ്ക്രീനിലേക്ക് വന്നപ്പോ പലരും അത് എൻജോയ് ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ വലിയ കുഴപ്പം തോന്നിയില്ല. ഇത് ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെയാണല്ലോ. പിന്നെ സിനിമ കാണുമ്പോൾ ഒരു മൂഡ്, നമ്മുടെ പിന്നെ സിനിമയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിരിക്കും. സോ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട സിനിമ വേറെ ആൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. കലാഭവൻ ഷാജോൺ അഭിനയിച്ച CID രാമേന്ദ്രൻ റിട്ടയർഡ് എസ് അത് ഞാൻ കണ്ടില്ല. അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഡിസ്കവർ ചെയ്യുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഇതിൽ നല്ല സിനിമയായിരുന്നു. ഒരു ലോക്കൽ ഇൻവെസ്റ്റിഗേഷനെ പറ്റിയുള്ള ഒട്ടും ഒരു ഡിസ്കസ് ചെയ്യപ്പെടാതെ ഒരു സിനിമയാണ്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. അയാം കാതലൻ ഒരു ഓക്കെ പടമാണ്. ഞാനൊരു വൻ പടം എന്നല്ല, പക്ഷെ ഗിരീഷേടിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു സിനിമ. ഗിരീഷേടിക്ക് എത്താവുന്ന ഒരു ഹൈറ്റിൽ എത്തിയോന്ന് അറിയില്ല, പക്ഷെ സ്റ്റിൽ ഞാൻ എൻജോയ് ചെയ്തൊരു പടം. പ്രേമലുവിന് മുമ്പെടുത്ത സിനിമ എന്തല്ലേ? അങ്ങനെയാണെന്നാണ് കേട്ടത്. പ്രേമലുവിന് മുമ്പെടുത്ത് പിന്നെ അതിന് ശേഷം റിലീസ് ചെയ്ത പടമാണെന്നാ പറയുന്നത്. പക്ഷെ രസമുള്ള പടമാണ്, കണ്ടിരിക്കുക. ഒരു ഡിഫറെന്റ് പടമാണ്. അങ്ങനത്തെ ആ ഒരു കൈൻഡ് പടം, ആ ഒരു ടൈപ്പിൽ വരുന്ന പടം നമ്മുടെ ഒരു കൾച്ചറിലും നമ്മുടെ ഒരു പ്രദേശത്തിന് അനുയോജ്യമായ രീതിയിൽ തന്നെ അത് ചെയ്തു എന്നുള്ള ഒരു രസമാണ്. സാധാരണ ഇതിൽ ഇങ്ങനത്തെ പടങ്ങളൊക്കെ മലയാളത്തിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമുക്ക് ഒരു നാച്ചുറൽ ആയിട്ട് തോന്നുന്നില്ല. ഇത് പക്ഷെ അങ്ങനെയല്ല. ബോഗൻവില്ല ഞാനും അത്ര എൻജോയ് ചെയ്തില്ല. എനിക്ക് അതിന്റെ ഒരുപാട് ഇഷ്യൂസ് അതിന്റെ ട്രീറ്റ്മെന്റിലും. ഇല്ല, റൈഫിൾ ക്ലബ് ഞാൻ കണ്ടില്ല. ക്ലബ് നല്ല കുഴപ്പമില്ലാത്തൊരു പടം. പക്ഷെ എല്ലാവരും പറയുന്ന അത്ര ഒരു ഇതിനുണ്ടോ എന്നുള്ളത് എനിക്ക് തോന്നിയില്ല. ക്രൈസിയാണ് കാണുന്നത്. ഞാൻ പിന്നെ കാണുമ്പോൾ ഒരു കടം മാർക്കോണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മാർക്കോ വയലൻസ് ഇപ്പൊ നമ്മൾ കാണാത്തോണ്ടൊന്നുമല്ല, പക്ഷെ വയലൻസ് ഒരു സെല്ലിംഗ് പോയിന്റ് ആവുന്ന ഒരു സാധനം, ഒരു കൾച്ചറൽ ടേൺ അല്പം പ്രശ്നം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഏറ്റവും നല്ല വയലൻസ് ഉള്ള സിനിമ, അതുകൊണ്ട് ആ സിനിമ കാണണം എന്ന് പറയുന്നത് അതാണ് അതിന്റെ സെല്ലിംഗ് പോയിന്റ്. പിന്നെ അതിലെ ചില വയലൻസ് നമുക്ക് ഒട്ടും ന്യായീകരിക്കാൻ പറ്റാത്ത വയലൻസ് ആണ്. അതായത് ഇപ്പം കുട്ടികളോട് സ്ത്രീകളോടൊക്കെ കാണിക്കുന്ന വയലൻസിനെ നമ്മൾ ഗ്രാഫിക്കലി അതുപോലെ കാണിക്കുക, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ അതത്ര മാത്രം ഒരു നല്ല പ്രവണത ഞാൻ തോന്നുന്നില്ല. പിന്നെ IFFK ഏതൊക്കെയോ നല്ല മലയാള സിനിമകൾ വന്നിട്ടുണ്ട്, നമുക്കൊന്നും കാണാൻ. ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന സിനിമ അവാർഡൊക്കെ കിട്ടിയ സിനിമ. പക്ഷെ എനിക്ക് ആ സിനിമ പേഴ്സണലി അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അതൊരു വർക്ക് ഓഫ് ആർട്ട് എന്നുള്ള അർത്ഥത്തിൽ എനിക്ക് എന്തുകൊണ്ട് ആ സിനിമ കണക്ട് ആയില്ല. അപ്പൊ അങ്ങനെ കുറെ പടം. പിന്നെ ആർട്ട് ഓഫ് വാർഫെയർ എന്ന് പറഞ്ഞ കൃഷ്ണ ഞാൻ കണ്ടില്ല. എനിക്കും പറ്റിയില്ല. പക്ഷെ ആൾക്കാർ നല്ല റെസ്പോൺസ് പറയുന്ന ഒരു റിവ്യൂ പറയുന്ന ഒരു സിനിമയാണ്. അത് കാണണമെന്നുണ്ട് എനിക്ക്. പിന്നെ അഡിയോസ് അമീഗോസ് എനിക്ക് ഇക്കൊല്ലത്ത് ഏറ്റവും ഡിസപ്പോയിന്റ് ചെയ്ത സിനിമ മലൈക്കോട്ടെ വാലിബനാണ്. അതായത് ഏറ്റവും എക്സ്പെക്ട് ചെയ്ത സിനിമ, കാരണം ലിജോ ജോസ് പിള്ളിശ്ശേരി ഒരു വൺ ഓഫ് ദി ഫേവറേറ്റ് ഡയറക്ടേഴ്സ്, പിന്നെ മോഹൻലാല് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ. അപ്പോൾ ഇവർ രണ്ടുപേരും വരുന്നു. മലൈക്കോട്ടേന്റെ ടീസറും ഒരു ഭയങ്കര ആന്റിസിപ്പേഷൻ, ഭയങ്കര ഹെവി ആയിരുന്നു. പക്ഷെ അതിനനുസരിച്ച് ആ പാട്ട് അങ്ങോട്ട് ശരിയായില്ല. അപ്പൊ അതൊരു നിരാശയുണ്ടാക്കിയ ഒരു ഗഗനചാരി ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടു. അതൊരു നല്ല അറ്റംപ്റ്റ് ആണ്. പക്ഷെ ഇതുപോലെ ഒരു കണ്ടില്ല. ഞാനൊരു മിക്സഡ് ഒപ്പീനിയൻ ആണ് ഞാൻ കണ്ടത്. ഔട്ട്സ്റ്റാൻഡിങ് സിനിമയാണ് എനിക്ക് തോന്നിയില്ല. നല്ല രസകരമായ കുറെ കോമഡി ഒക്കെ ഉണ്ട്. പക്ഷെ അത്ര ഒരു വലിയ പടാന്ന് എനിക്ക് തോന്നിയില്ല. ആടുജീവിതം ഞാൻ കണ്ടില്ല. സോറി, ഞാനും കണ്ടില്ല. എനിക്ക് മലയാളത്തിൽ ഇറങ്ങിയ ഒരു വലിയ ഹിറ്റ് പടം. എനിക്ക് എന്റെ നോട്ട് മൈ ടൈപ്പ് ഓഫ് പടം. നമ്മളെ എടുത്തിട്ട് അടിക്കും. എനിക്ക് എന്റെ ഒരു ഫേവറേറ്റ് ഡയറക്ടർ അല്ല, എന്റെ ഫേവറേറ്റ് ആക്ടർ അല്ല. അപ്പം മൊത്തത്തിൽ ആടുജീവിതം എന്റെ എനിക്ക് കാണാൻ തോന്നിയില്ല, അതുകൊണ്ട് കണ്ടില്ല. അത്രയും മോശമാണോ നല്ലതാണോ എന്ന് അറിയില്ല. പറയാൻ ആളല്ല. ടർബോ, മൈ ഗോഡ്.
ടർബോ എന്താ പറയാ, ടർബോ ഒരു പക്കാ കൊമേഴ്ഷ്യൽ ഒരു പടം, ഒരു പക്കാ കൊമേഴ്ഷ്യൽ പടം. അതായത് ഒരു പ്രത്യേകിച്ച് ഒന്നും വേറൊന്നും അറ്റംപ്റ്റ് ചെയ്യാതെ ഒരു ഹീറോ അയാളുടെ ഹീറോയിസം കാണിക്കുന്ന ഒരു സിനിമ. അത് എനിക്ക് വർക്കായില്ല, അത്ര നന്നായില്ല എന്ന് തോന്നി. ഇപ്പൊ നമുക്ക് ആ പടങ്ങൾ ഇഷ്ടമല്ലാത്ത ആൾക്കാരല്ലല്ലോ. ഇപ്പം ഹീറോയിസം ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്, മാസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണ്. പക്ഷെ ടർബോ എന്റെ സ്ക്രിപ്റ്റ് വളരെ വീക്കാണ് എന്നൊക്കെയാണ് എനിക്ക് തോന്നിയത് മൊത്തത്തിൽ പടം. പിന്നെ എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയും ഇത് തോമസ് ഹൈപ്പിന്റെ മുകളിൽ ആ പടം ഓടി. പിന്നെ ഇപ്പൊ മലയാളത്തിലെ ഏതായാലും വർഷങ്ങൾക്ക് ശേഷം എന്റെ ഏറ്റവും ഹൊറിബിൾ എക്സ്പീരിയൻസിൽ ഒന്നായിരുന്നു. പക്ഷെ ഞാൻ അത്ഭുതപ്പെട്ടു വിനീത് ശ്രീനിവാസന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അറിയാം. അയാളുടെ ഇപ്പം ഈ സോപ്പ് ഓപ്പറകള് അല്ലെങ്കിൽ സോപ്സ് അങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടമുള്ള ഇപ്പൊ പഴയ ഫാസിലിന്റെ ഒക്കെ പൈങ്കിളികളുടെ ഒരു സ്പേസ് ആണ് ഇയാൾ ഇപ്പൊ ഒക്യുപ്പൈ ചെയ്യുന്നത്. അതിനൊരു ഓഡിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർ കണ്ട് ആസ്വദിക്കുന്നില്ല. അല്ലെങ്കിൽ ഇപ്പൊ ഈ സിനിമ ഇങ്ങനെ ഓടൂലല്ലോ. ഒരു സിനിമ അത്രയും മോശമാണ് എങ്കിലും ആ സിനിമ ഇത്രയും വലിയ ഹിറ്റ് ആവുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ഒരു വലിയ വിഭാഗം ആൾക്കാരെ കണക്ട് ചെയ്തു, അവർ എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം വിനീത് ശ്രീനിവാസൻ അയാളുടെ മാർക്കറ്റ് എന്താണെന്ന് അറിയാം, അവർക്ക് വേണ്ടത് എന്താണെന്ന് കൊടുക്കാനും അറിയാം. എനിക്ക് വിനീത് ശ്രീനിവാസൻ ഈ ഒരു വിമർശനം നിരന്തരം നേടുന്ന ആളാണ്. പക്ഷെ അയാളെ മിക്കവാറും എല്ലാ സിനിമകളും ഹിറ്റാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അയാളുടെ മാർക്കറ്റിനനുസരിച്ച് അയാൾക്ക് പറ്റുന്ന ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കുന്നു. നോട്ട് മൈ കപ്പ് ഓഫ് ടീ. നിന്റെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഓസ്ലർ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നിനക്കോ? ഇല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മാത്രല്ല എനിക്ക് തോന്നിയൊരു കാര്യം തന്നെ വേറൊരാൾ സ്ഥലത്ത് ഇന്റർവ്യൂവിൽ പങ്കുവെച്ചൊരു കാര്യം എനിക്ക് തോന്നുന്നു. ആ സിനിമേന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഒരു പ്രതികാരം ചെയ്യാൻ വേണ്ടി നമ്മളോട് തെറ്റ് ചെയ്ത ഒരാളുടെ മക്കളോടാണല്ലോ ഇയാൾ ക്രൂരത കാണിക്കുന്നത്. അത് ഭയങ്കര ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഭയങ്കര ഈ വശം തന്നെയാണ്. തീർച്ചയായിട്ടും. മാത്രമല്ല മലയാള സിനിമയിലെ സ്ഥിരമുണ്ട് ഈ സീരിയൽ കില്ലേഴ്സിനെയൊക്കെ ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു പാസ്റ്റ് കാണിക്കും. സോ ഇവരുടെ ക്രൈമിനോടൊക്കെ നമുക്കൊരു എമ്പതി ഉണ്ടാവുന്ന ഒരു സാധനം. അത് മലയാള സിനിമയിൽ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. സീരിയൽ കില്ലേഴ്സിനൊക്കെ ഒരു ഭയങ്കര ഒരു ട്രോമാറ്റിക് പാസ്റ്റ് ഉണ്ടാവും. അപ്പൊ ആ പാസ്റ്റിനോടുള്ള അവരുടെ റിവെഞ്ച് അതിനെ നമുക്ക് കാണുന്ന ഒരാൾക്ക് ഓക്കെ ഇവൻ ആളെ കൊല്ലണം തോന്നിപ്പിക്കുന്ന. മാത്രമല്ല ഇത് ഭയങ്കര മെലോ ഡ്രാമാറ്റിക് ആയിട്ടാണ് ആ പാസ്റ്റ് കാണിക്കുന്നതും. മാത്രമല്ല അതിനുവേണ്ടി ഇയാൾ ചെയ്യുന്ന ഈ ക്രൈം എന്ന് പറയുന്നത് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമേ അല്ല. അവരോട് പോലും അല്ല ചെയ്യുന്നതെന്നുള്ളതാണ്, മക്കളോട്. ടൂ മച്ച് ആണ്. എന്നിട്ട് അതിനൊരു തരം ഹീറോ ആക്കി മാറ്റുക. മമ്മൂട്ടിയുടെ വില്ലൻ ക്യാരക്ടറാണ് അതിൽ ഹീറോയുടെ ഒരു പരിവേഷത്തിലേക്ക് എത്തുന്നത്, മാസാവുന്നത്. ഗുരുവായൂരമ്പല നടയിൽ ഒരു സ്ലാപ്സ്റ്റിക് സാധനം അങ്ങനെ ചുമ്മാ കണ്ടിരിക്കാം. പക്ഷെ അത്യാവശ്യം ബോറേ. പിന്നെ വാഴ ഉണ്ട്. വാഴ എനിക്ക് പേഴ്സണലി കണക്ട് ആവാതെ പോയൊരു സിനിമയാണ്. അപ്പൊ വാഴ എനിക്ക് കണക്ട് ആയ ഒരു ജനറേഷൻ ഉണ്ട്. അപ്പം അവർക്ക് അത് കണക്ട് ആവുന്നതിനൊരു സോഷ്യൽ സിറ്റുവേഷൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വാഴ ഹിറ്റായത്. ഒരു പടം അങ്ങനെ വൺ ടൈം വാച്ച്. എന്നാൽ ഇപ്രാവശ്യത്തെ സർപ്രൈസിങ് ഹിറ്റ് ശരിക്കും പറഞ്ഞാൽ കിഷ്കിന്ദ കാണ്ട കേട്ടോ. കിഷ്കിന്ദ കാണ്ട തന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പടമായിരുന്നു കിഷ്കിന്ദ കാണ്ട. ഇത്രയും രസമുള്ള ഒരു പടം ആയിരിക്കുന്നത് എക്സ്പെക്ട് ചെയ്തില്ല. അതുകൊണ്ട് തിയേറ്ററിലോട്ട് ചെന്ന് കയറുമ്പം ഒരു പ്രതീക്ഷയില്ലാതെ ഫസ്റ്റ് ഡേ തന്നെ പോകുന്നു, സെക്കൻഡ് ഡേ പോകുന്നു. പക്ഷെ ഭയങ്കര രസമുള്ള ഇതിന്റെ കൂടെ ഇറങ്ങിയാണ് ARM. ഈ പറഞ്ഞ പോലെ കിഡിൽ അറ്റംപ്റ്റ് ആണ്. ടൊവിനോ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാൻ പുൾ ഓഫ് ചെയ്തൊരു സിനിമയാണ്. ഒരു അഡ്വഞ്ചർ എന്നുള്ള സിനിമ എന്നുള്ള അർത്ഥത്തില് ഫാന്റസി വരുന്നതുകൊണ്ട് രസമാണ് കണ്ടിരിക്കുക. ഒരു വലിയ ക്യാൻവാസ് അറ്റംപ്റ്റ് ചെയ്തതിന്റെ ഒരു പ്രശ്നമാണ് എനിക്ക് തോന്നിയത്. അത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സ്റ്റഫ് ചെയ്യാൻ നോക്കിയിട്ട് ഒന്നിനെയും വല്ലാതെ ഡെവലപ്പ് ചെയ്യാൻ പറ്റാതെ. ബേസിക് ത്രെഡ് ആക്ച്വലി ഭയങ്കര നൈസ് ത്രെഡ് അല്ലേ, ഒരു ജാതി വ്യവസ്ഥയോട് കലഹിക്കുന്ന ഒരു കള്ളൻ, എന്നിട്ട് അയാളെ തൊട്ട് മുമ്പത്തെ കഥ ഇപ്പുറത്തെ കഥ ഭയങ്കര കിടിലൻ കൺസെപ്റ്റ് ആണ്. ടൂ മച്ച് കാര്യങ്ങൾ. അപ്പം അവർക്ക് അതെല്ലാം കൂടെ കൊണ്ടുവരുന്നോണ്ട് ഇപ്പം വില്ലൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ടൊവിനോയിൽ കംപ്ലീറ്റ് ഫോക്കസ് പോയി. അപ്പൊ മറ്റു ക്യാരക്ടേഴ്സ് ഒക്കെ അണ്ടർ ഡെവലപ്ഡ് ആയി. അപ്പൊ നമുക്ക് അതൊന്നും അങ്ങോട്ട് വേണ്ടത്ര. പക്ഷെ ടൊവിനോ നന്നായി ചെയ്തു. ടൊവിനോ ഗംഭീരമായിട്ട് കള്ളൻ ക്യാരക്ടർ. അതെ. കാരണം ആ ആക്ഷനും പിന്നെ ആ ഒരു സ്വാബൊക്കെ ഭയങ്കരമായിട്ട് പുള്ളി ഉണ്ട്. പുള്ളിക്ക് ഒരു ഹീറോ മെറ്റീരിയൽ ആണ് പുള്ളി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ച ഒരു സിനിമയാണ്. അത് ഏറെക്കുറെ പുള്ളി വിജയിച്ചെന്നാണ് എനിക്ക് തോന്നിയത്. അന്വേഷിപ്പും കണ്ടെത്തും
ഒരു ഒക്കെ അറ്റംപ്റ്റ് ആണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ നോക്കിയ ഒരു പടം പോലെ എനിക്ക് തോന്നിയത്. ഒരുപാട് സ്റ്റോറീസ് പറയാൻ നോക്കി. അത് ഏതെങ്കിലും ഒരു സ്റ്റോറി സ്റ്റിക്ക് ഓൺ ചെയ്ത് ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ പടം ഒന്നും കൂടെ രസം ഉണ്ടാകാൻ തോന്നുന്നു. എനിക്ക് ഒരു 2-3 എപ്പിസോഡ്സ് ഒരു ആന്തോളജി സാധനം ചേർത്ത് വെച്ച പോലെ ഒരു ഫീലാണ്. അതൊരു സീരീസിനൊക്കെ ഒരു ഫോർമാറ്റിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായി. ഒരു സീരീസ് പോലെ ഉണ്ടത് ആക്ച്വലി. സിനിമേനേക്കാൾ കൂടുതൽ രണ്ട് എപ്പിസോഡ്സ് വെച്ച പോലെ ഒരു ഫീൽ അങ്ങനെ തോന്നിയത്. എനിക്ക് തോന്നുന്നത് ഈ മലയാള സിനിമ അറ്റംപ്റ്റ് ചെയ്തത് ശരിക്കും ഭയങ്കര ഒരു കിട്ടലും കാര്യമാണ്. പാൻ ഇന്ത്യൻ സിനിമകളുടെ പിന്നാലെ ബാക്കി ലാംഗ്വേജസ് ഒക്കെ പോയപ്പോൾ മലയാള സിനിമ അതിന് കാര്യമായിട്ട് ശ്രമം നടത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു കിങ് ഓഫ് കൊത്ത മാത്രമാണ് ഒരു കഴിഞ്ഞ വർഷമായിരുന്നു കിങ് ഓഫ് കൊത്ത. പക്ഷെ എന്തായാലും അതൊരു ഫെയിലർ ആയിരുന്നു. മേ ബി അതിൽ നിന്നുള്ള ഒരു പാഠം കൂടി ആയിരിക്കും. അതായത് നമ്മുടെ കൾച്ചറൽ റൂട്ടറായിട്ടുള്ള ചെറിയ സിനിമകളൊക്കെ തന്നെയാണ് എടുത്തത്. പക്ഷെ അതെല്ലാം തന്നെ എന്തെങ്കിലും ഒരു പുതുമ കൊണ്ടുവരാൻ, ഒരു എക്സ്പെരിമെന്റിന് ശ്രമിക്കാനൊക്കെ ഇവര് നടന്നിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ഇന്ത്യ മുഴുവൻ അക്സെപ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ജോണറുകളിലേക്കുള്ള ഒരു വലിയ ഇത് മലയാള സിനിമകൾ ഇപ്പോൾ കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്കൊരു ഭയങ്കര പ്രോമിസിംഗ് ആയിട്ട് തോന്നി. എല്ലാം വന്ന ഹിറ്റ് സിനിമകളും എല്ലാം നോക്കിയാൽ തന്നെ എല്ലാം ഒരു ജോണറിലേക്ക് അവർ വളരെ നല്ല രീതിയിൽ സിനിമകളെ ഒതുക്കി നിർത്തുന്നുണ്ട്. മറ്റേത് നമ്മളെ സിനിമകളെല്ലാം ഫോർമുല സിനിമകളാണല്ലോ. പക്ഷെ ഇതെല്ലാം പക്ക ജോണർ സിനിമകളാണ്. ഇപ്പൊ കിഷ്കിന്താ കാരണം പക്ക ഒരു ജോണർ പടമാണ്. അങ്ങനെയുള്ള ഒരുപാട് നല്ല സിനിമകൾ വന്നു എന്നുള്ളതാണ് എനിക്ക് മലയാള സിനിമയിൽ ജോണറുകൾ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ഈ സ്റ്റാറുകളെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വേറൊരു വലിയ കാര്യം. അതായത് കൂടുതലും ക്രിയേറ്റേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ ജിത്തു മാധവൻ സിനിമ അല്ലെങ്കിൽ ചിദംബരത്തിന്റെ സിനിമ, ചിദംബരത്തിന്റെ മഞ്ഞുമൽ ബോയ്സിൽ വലിയ സ്റ്റാറുകളില്ലല്ലോ. പ്രേമലു, ഇരീഷേഡി സിനിമ, റൈഫിൾ ക്ലബ്ബ്, ആഷിഖ് കപൂർ സിനിമ, ഇവരൊന്നും സ്റ്റാറുകളെ വെച്ചിട്ടല്ലല്ലോ. അപ്പം മലയാളത്തിലെ ഇപ്പൊ ഹിറ്റായ എല്ലാ സിനിമകളും നോക്കുമ്പോഴും ഈ പറയുന്ന ഒരു മാറ്റമുണ്ട്. സിനിമകൾ സെല് ചെയ്യുന്നത് പലപ്പോഴും സ്റ്റാറുകളെക്കാൾ കൂടുതൽ ക്രിയേറ്റേഴ്സിനെ മുമ്പിൽ വെച്ചിട്ട്, ടെക്നീഷ്യൻസിനെയൊക്കെ മുമ്പിൽ വെച്ചിട്ടാണ്. സുഷിൻ ശ്യാം മ്യൂസിക് ചെയ്യുന്ന സിനിമ, ഇതൊരു വൻ ഷിഫ്റ്റ് ആണ്. അതെനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ മിക്കവാറും ഒരു ഇൻഡസ്ട്രിയിലും ഈ സംഭവം ഇല്ല. ഇപ്പൊ മലയാളത്തിന്റെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. ഇപ്പൊ ബോളിവുഡ് ആണെങ്കിലും തമിഴാണെങ്കിലും തെലുങ്കൊക്കെ ആണെങ്കിലും എല്ലാം ഈ സൂപ്പർ സ്റ്റാറുകളെ വെച്ചിട്ട് വലിയ സിനിമകൾ ഉണ്ടാക്കി ഇന്ത്യ മുഴുവൻ ഓടിക്കുക എന്നുള്ളൊരു പ്ലാനാണ്. മലയാളത്തിൽ അങ്ങനെയൊന്നുമല്ല. അതിന്റെ ഒരു 10-1 ബഡ്ജറ്റിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ ബഡ്ജറ്റിൽ സിനിമ ചെയ്യുന്നു, അത് ഇന്ത്യ മുഴുവൻ ഓടി എന്നുള്ളത് മലയാളം സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു കാര്യം. മേ ബി ഈ വരുന്ന വർഷവും അതിന്റെ ഇപ്പൊ മോഹൻലാൽ ചെയ്യുന്ന പുതിയ സിനിമ തുടരും, അത് ഒരു സ്റ്റാർ പടമായിട്ടല്ല അരുൺമൂർത്തിയുടെ മോഹൻലാൽ പടം വരുന്നത്. ഇപ്പം ജിത്തു മാധവന്റെ മോഹൻലാൽ പടം ആ രീതിയിലാണ് വരുന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഏതോ ചിദംബരം ചെയ്യുന്ന പുതിയ സിനിമ, അതിന്റെ പ്രൊമോഷനിൽ ഒരു സ്റ്റാറിന്റെ പേരൊന്നുമില്ല, ടെക്നീഷ്യൻസിന്റെ പേര് പറഞ്ഞിട്ടാണ് അത്ര. അത് ഞാൻ കണ്ടില്ല, അതിന്റെ പോസ്റ്റർ ഞാൻ കണ്ടില്ല. അപ്പം അതൊരു പുതിയ സംഭവം അല്ലേ. അത് ആക്ച്വലി സിനിമയെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമകൾ കൂടുതൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് അത്. പിന്നെ നമ്മുടെ അടുത്ത ഫേവറേറ്റ് എന്നത് തമിഴാണ്. എന്താ നിന്റെ തമിഴ് എക്സ്പീരിയൻസ്? തമിഴ് ഞാൻ അധികം ഒന്നും കണ്ടില്ല, അത് ഒരു വലിയ നഷ്ടമാണ്. അല്ല, അതിന് ഒരുപാട് നല്ല സിനിമകൾ വന്നോ എന്നുള്ളതെന്ന് എനിക്ക് അറിയില്ല, അധികം പറയാം. ഞാൻ കണ്ട എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ലബ്ബർ പന്താണ്. ലബ്ബർ പന്ത് ഇതേപോലെ ഒരു പ്രതീക്ഷയില്ലാതെ ഞാൻ തിയേറ്ററിൽ പോയി, ഒന്നും അറിയില്ല, വെറുതെ തിയേറ്ററിൽ പോയ ഒരു പടം കാണാൻ. എനിക്ക് ആക്ടേഴ്സിന് പ്രത്യേകിച്ചും അട്ടക്കത്തി ദിനേശ് നമ്മുടെ ഒരു ഫേവറേറ്റ് ആക്ടർ ആയതുകൊണ്ട് അയാളെ കാണാൻ വേണ്ടി പോയതാണ്. അതൊരു വല്ലാത്ത പടമായിരുന്നു, ഭയങ്കര എന്റർടൈനിങ് പടം. അതെ, എല്ലാ അർത്ഥത്തിലും ഫുൾഫില്ലിംഗ് ആവുന്ന ഒരു സിനിമ ആയിരുന്നു. പിന്നെ അതേ ഇതിൽ വന്ന വേറൊരു പടമാണല്ലോ മറ്റേ ബ്ലൂ സ്റ്റാർ അല്ലേ, തുടക്കത്തിൽ ഈ വർഷം തുടക്കത്തിലായിരുന്നു. ബ്ലൂ സ്റ്റാറും രസമുള്ള പടം. പക്ഷെ ബ്ലൂ സ്റ്റാറിനെക്കാളും ഞാൻ എൻജോയ് ചെയ്തത് ലബ്ബർ പന്താണ്. ബ്ലൂ സ്റ്റാർ എവിടേക്കോ ഒന്ന് ചെറിയൊരു ചേരുംപടി ചേരായ്മയൊക്കെ തോന്നി, പക്ഷെ ഇത് അടിപൊളിയായിട്ട് തോന്നി. ലബ്ബർ പന്ത് ഞാൻ കണ്ടൊരു പടം ഡിമോണ്ടെ കോളനി 2, അത് കൊല്ലല്ലോ വന്നേ. അതെ ഞാൻ കണ്ടില്ല. അത് ഫസ്റ്റിന്റെ അത്ര പോരാ, പക്ഷെ എന്നാലും ഞാൻ ഫസ്റ്റും കണ്ടിട്ടില്ല. പിന്നെ മെയ്യഴകൻ, അതാണ് തമിഴിലെ ഇക്കൊല്ലത്തെ എല്ലാവരും മെയ്യഴകൻ ഞാൻ കണ്ടു. ഞാൻ കണ്ടില്ല. മെയ്യഴകൻ ഭയങ്കര ആൾക്കാർ ഇഷ്ടപ്പെട്ട സിനിമകളെ പെട്ടെന്ന് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഒന്ന് കോഷ്യസ് ആവും. അതായത് നമ്മൾ ജാട കാണിക്കാന്നൊക്കെ പറയും ആൾക്കാർ. നമുക്ക് സിനിമയെ കുറിച്ച് അറിയില്ല എന്ന് വിചാരിക്കാം. ഞാൻ ഈ പറഞ്ഞ പോലെ പേഴ്സണൽ ഇതാണല്ലോ സിനിമ. പലപ്പോഴും എനിക്ക് മെയ്യഴകൻ ഒരു ഓക്കെ പടം, മെയ്യഴകൻ ഒരു ഹാങ് ഔട്ട് ജോൺറ ആ ഒരു കൈൻഡ് ഓഫ് പടങ്ങളിൽ വരുന്നതാണ്. ഇപ്പൊ നമ്മള് എന്താ പറയാ, ബിഫോർ സീരീസുകളുടെയൊക്കെ ഒരു ഇതിൻ്റെ അകത്തൊരു ബോണ്ടിങ്, ബ്രദർഹുഡ് ബോണ്ടിങ്ങിന്റെ ഒരു മെയിൽ ബോണ്ടിങ്ങിന്റെ ഒരു സംഭവമാണ് ഇതിൽ. രണ്ടുപേരുടെ ഒരു ഹാങ് ഔട്ടാണ് ഈ സിനിമ. കുഴപ്പമില്ല പടം, പക്ഷെ എനിക്കത് കുറച്ചധികം ലെങ്തി ആയിട്ട് തോന്നി. പിന്നെ ഈ പറഞ്ഞ പോലെ അതിന്റെ ഈ ത്രെഡ് ഭയങ്കര വീക്കായിട്ട് തോന്നി. ഈ സിനിമേനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പം ഇയാൾക്ക് ഒരാളുടെ പേരറിയില്ല, ആ പേരറിയാത്തത് കൊണ്ട് ഉണ്ടാവുന്ന കോൺഫ്ലിക്റ്റ് ആണ് ഈ സിനിമയുടെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ആ കോൺഫ്ലിക്റ്റ് ഭയങ്കര ദുർബലമായിട്ട് തോന്നി. അതാണ് എനിക്ക് അതിൻ്റെ അകത്ത് തോന്നിയ ഒരു പ്രശ്നം.
ഞാൻ അതർവൈസ് ഒരു നന്മ പടം, ഒരു പാസം നന്മ പടം. അപ്പൊ ആ ഒരു പോസിറ്റീവ് ഫീലൊക്കെ ആ സിനിമയ്ക്ക് ഉണ്ട്. ഒരു അങ്ങനത്തെ അതിന്റെ ഒരു ആർദ്രത, മനുഷ്യത്വത്തിന്റെ ഒരു ആർദ്രതയൊക്കെ ഉള്ള ഒരു സിനിമ. ആർദ്രത്തിൽ ഞാൻ മെയ്യഴകൻ എൻജോയ് ചെയ്തു. പക്ഷെ ഒരു ഭയങ്കര എന്റർടൈനിങ് പടമായിരുന്നോ അല്ലെങ്കിൽ ഞാൻ ശരിക്കും ആസ്വദിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു ആവറേജ് എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ. പിന്നെ ഞാൻ കണ്ടൊരു പടമാണ് ഈ തങ്കലാൻ. തങ്കലാൻ ഞാൻ കണ്ടില്ല. കണ്ടില്ലല്ലേ? തങ്കലാൻ എനിക്ക് പാരഞ്ജിത്തിന്റെ വീക്കസ്റ്റ് പടം എന്നൊക്കെയാണ് പലരും പറഞ്ഞു കേട്ടില്ല. തങ്കലാൻ എന്നെ ഒട്ടും, ഞാൻ അയാളൊരു ഭയങ്കര ആരാധകനാണ്, പക്ഷെ പാരഞ്ജിത്തിന്റെ പക്ഷെ പടം എന്നെ ഒട്ടും അങ്ങോട്ട് ഇതാക്കിയില്ല. പിന്നെ മഹാരാജയാണ് ഈ വർഷത്തെ രസിച്ചൊരു പടം. പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ അത് സ്റ്റോറി ടെല്ലിങ്ങിന്റെ പവർ കൊണ്ട് മുന്നോട്ട് പോയി. ഈ വയലൻസ് വിഷ്വലൈസ് ചെയ്തതിനോടൊക്കെ എനിക്ക് കുറച്ച് വയലൻസ് എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യത്തില് ചെറിയ ഒരു നൈതികത, ഒരു മൊറാലിറ്റി വേണം എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനും. അതെ, നിങ്ങൾക്ക് വയലൻസ് കാണിക്കാൻ വേണ്ടി എന്ത് ഗ്രൂസം വയലൻസ്, അതിലൊരു ആർട്ട് ഇല്ലല്ലോ. എനിക്ക് റിയലിസ്റ്റിക്കലി ഒരു വയലൻസ് കാണിക്കാൻ എന്ത് എളുപ്പമാണ്. ബട്ട് ആ വയലൻസ് അങ്ങനെ ഗ്രാഫിക്കലി കാണിക്കാതെ അല്ലെ വിഷ്വലി കാണിക്കാതെ അത് ഫീൽ ചെയ്യിക്കാൻ പറ്റുന്നതല്ലേ ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വയലൻസ് ഇവർ കാണിച്ചില്ല എന്നുള്ളതാണ് എനിക്ക് അതിൽ ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ്. കാരണം നമ്മൾ പറയുന്നില്ല, പക്ഷെ ആ കുട്ടീനെ ഇവർ ഇതാക്കുന്നതൊക്കെ സിനിമയിൽ കാണിക്കുന്നില്ലല്ലോ. അത് ഓക്കെയാണ്. പക്ഷെ അല്ലാതെ അവിടെ നമ്മൾ പറഞ്ഞാൽ പല സ്ഥലത്തും ക്ലൈമാക്സ് ഭയങ്കര ഒന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മളിത് എക്സ്പെക്ട് ചെയ്യും. പിന്നെ ക്ലൈമാക്സിന്റെ അകത്തുള്ള അതിനാടകീയതയും ഭയങ്കര മെലോഡ്രാമെന്ന് എനിക്ക് അത്ര ഒരു കൊറിയൻ ടൈപ്പ് സിനിമ ഒരു തമിഴിൽ അറ്റംപ്റ്റ് ചെയ്തു. പക്ഷെ തമിഴ് സിനിമകൾക്കൊക്കെ ഒരു കൊറിയൻ ടച്ച് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പൊ അതങ്ങനെ രസമുള്ള പടം. പിന്നെ വിജയ് സേതുപതിയുടെ ഒരു തിരിച്ചുവരവ് പടമാണല്ലോ കുറെ കാലത്തിന് ശേഷം. തമിഴില് ഞാൻ കുറച്ച് സിനിമകൾ കണ്ട വർഷമാണ്. കമ്പാരിറ്റീവ്ലി നല്ല സിനിമകൾ കുറവായിരുന്നു തമിഴില്. കൂടുതൽ ഈ സൂപ്പർ സ്റ്റാർ പടങ്ങൾ, ഗോട്ട്, വേട്ടയ്യാൻ, എല്ലാം അത്യാവശ്യം തല്ലിപ്പൊളി സിനിമകൾ. കങ്കുവയൊന്നും കാണാനുള്ള ഒരു ധൈര്യം ഉണ്ടായിട്ടില്ല. ട്രെയിലർ കണ്ടപ്പോ തന്നെ തകർന്നു പോയി. പിന്നെ ആ ഡയറക്ടറിന്റെ ഒരു ഫിലിമോഗ്രഫി വെരി വെരി എന്താ പറയാ റിപ്പല്ലിംഗ്. വിടുതലൈ 2 ഞാനും കണ്ടില്ല. വിടുതലൈ 2 ഞാൻ കണ്ടില്ല. വിടുതലൈ 2 ഇതുവരെ കണ്ടില്ല. വിടുതലൈ 2 ഈ പറഞ്ഞ പോലെ വെട്രിമാരന്റെ എനിക്ക് അത്ര ഇഷ്ടപ്പെടാത്ത ഒരു സിനിമയാണ് വിടുതലൈ പാർട്ട് 1. എനിക്കും അതെ, ഭയങ്കര വയലൻസ്. മാത്രല്ല ഈ പൊളിറ്റിക്സ് നമ്മള് ഇങ്ങനെ ഒരു മുദ്രാവാക്യം വിളി, പൊളിറ്റിക്സ് മുദ്രാവാക്യം വിളിക്കുമ്പോൾ അതിൽ ആർട്ട് ഇല്ലല്ലോ. റീച്ച് ചെയ്യാവുന്നത് ഭയങ്കരമായിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, പുള്ളി അങ്ങനെ പൊളിറ്റിക്സിനെ പരിഗണിക്കുന്നതിനോട് താല്പര്യം. അതെ അതെ, അത് നമ്മൾ അംഗീകരിക്കുന്നത് ബോൾഡാണ്, വളരെയധികം ബോൾഡായ ഒരു ഇതൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ അങ്ങനെ സിനിമയാവണല്ലോ. അതായത് വെട്രിമാരൻ പോലൊരു ഡയറക്ടർ അടുത്ത് നമ്മള് കുറച്ചും കൂടെ ക്രാഫ്റ്റ് മാൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരാളാണല്ലോ. അതെ അതെ, അത് എക്സ്പെക്ട് ചെയ്യുന്നതുകൊണ്ടും കൂടെ ആയിരിക്കാം. മാസ്റ്റർ ക്രാഫ്റ്റ് മാൻ അല്ലേ. വിജയനെ സംബന്ധിച്ചത് ഒരു മോശം വർഷമാണ് ആക്ച്വലി. രജനീകാന്തിനും വളരെ മോശം. സൂര്യ, എല്ലാരും സൂപ്പർ സ്റ്റാറുകളൊന്നും അവിടെ ക്ലിക്ക് ആയിട്ടില്ല. അജിത്തിന്റെ സിനിമ ഇറങ്ങിയിട്ടില്ല. ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നൊരു സിനിമ ധനുഷിന്റെ രായന, നീ കണ്ടല്ലോ? ഞാൻ കണ്ടു. രായൻ ഫസ്റ്റ് ഹാഫ് ഒക്കെ സൂപ്പർ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ഇവര് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്ത പോലെ. നിങ്ങൾ കണ്ടല്ലേ? കണ്ടത്. സെക്കൻഡ് ഹാഫ് ഈ പറഞ്ഞ പോലെ ഒന്നും ഇല്ലാതെ ഭയങ്കരമായിട്ടുള്ള മെലോഡ്രാമ കൊണ്ടുവരാൻ നോക്കി. അതായത് ഭയങ്കരമായിട്ടുള്ള മെലോഡ്രാമ കൊണ്ടുവരാൻ നോക്കി. അത് പടത്തിനെ ദുർബലപ്പെടുത്തി. കാരണം ഈ ബ്രദേഴ്സ് ചീറ്റ് ചെയ്യുന്നു, ഇപ്പൊ ഇവൻ ആ ഒരു കൈൻഡ് ഓഫ് സംഭവത്തിലേക്ക് പോയപ്പം അത് ഒരു സീരിയൽ പോലെ ആയിപ്പോയി എനിക്ക് തോന്നുന്നു. പിന്നെ ഭയങ്കര വയലൻസിലേക്ക് പോയി. പിന്നെ വളരെ വീക്ക് പെർഫോമൻസ്, കാളിദാസൻ എക്സെട്ര അല്ലേ. ധനുഷ് അടിപൊളിയാണ്. പക്ഷെ ധനുഷ് ആസ് എ ഡയറക്ടർ എനിക്ക് അങ്ങോട്ട് ഇപ്പോഴും അങ്ങോട്ട് ധനുഷിന്റെ 2 സിനിമകളും എന്നെ അങ്ങോട്ട് ഇംപ്രസ് ചെയ്തില്ല അല്ലേ. പവർ പാണ്ടി ഇന്ത്യൻ 2 ഒന്നും കാണാനുള്ള കരുത്ത് എനിക്കില്ല. ക്യാപ്റ്റൻ മില്ലർ ഞാൻ കണ്ടിട്ടില്ല. ഞാനൊരു 10-15 മിനിറ്റ് ഒക്കെ കണ്ടിട്ട് ഞാൻ അവിടെ നിർത്തി. ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. നമ്മൾ ബേസിക്കലി ധനുഷ് ഫാൻ ആയതുകൊണ്ട് ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമാണ്. പക്ഷേ തമിഴ് മൊത്തത്തിൽ ഈ കൊല്ലം തമിഴായിരുന്നു നമ്മളൊക്കെ നമ്മളിങ്ങനെ നോക്കുന്ന അല്ലേ, നല്ല സിനിമകൾക്കായിട്ട് നമ്മൾ. മഹാരാജ ഹിറ്റായി. പിന്നെ ഏതോ വാഴയാണ് പിന്നെ എല്ലാവരും പ്രൈസ് ചെയ്തൊരു സിനിമ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്റെ കണ്ടില്ല പടം. ഈ വികാരം നമ്മളിലേക്ക് കുറെ ഇമോഷൻസ് കണക്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ ചേർത്ത് വെച്ച പോലെ എനിക്ക് തോന്നിയത്. ആക്ച്വലി അതൊരു നല്ല വൻ പ്ലോട്ടാണ്. കാരണം ഒരു വാഴത്തോട്ടം എങ്ങനെയാണ് ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതത്തിനെ ബാധിക്കുന്നത് എന്നുള്ളത് അത് ഭയങ്കര കിടിലം പ്ലോട്ടായിരുന്നു. പക്ഷെ എന്തോ മാരി സെൽവരാജിന് ഒന്നുകൂടി വർക്ക് ചെയ്യാൻ വന്നത്. എനിക്ക് ആ സിനിമയിൽ ഒരു ഇഷ്ടപ്പെട്ട 1-2 രംഗങ്ങളൊക്കെ ഉണ്ട്. വളരെ ഗംഭീരമായ ആൾ എടുത്ത രംഗങ്ങളൊക്കെ ഉണ്ട്. അയാളൊരു ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ വരുന്നോണ്ടായിരിക്കും അയാൾക്ക് നന്നായിട്ട് അതൊക്കെ ഇമോഷൻസ് കണക്ട് ചെയ്യാനൊക്കെ നല്ല ധാരണയുള്ള ആളാണ്. പക്ഷെ എവിടെയോ അത്
ഒരു പാളി എന്ന് എനിക്ക് പിന്നെ കൊട്ടുകാളി ഒരു പടമല്ലേ മറ്റേ ഇയാളുടെ PS വിനോദിന്റെ PS വിനോദ് രാജിന്റെ അല്ലേ വിനോദ് രാജ് വിനോദ് രാജ് വിനോദ് രാജ് മറ്റേ ഇതെടുത്ത കുഴങ്കല്ലെടുത്ത അത് ഞാൻ കണ്ടില്ല. ഞാനും കണ്ടില്ല. കുഴങ്കല്ല് ഗംഭീര പടമായിരുന്നു. പക്ഷെ ഫസ്റ്റ് പടത്തിന്റെ ഒരു ഇതില്ലാന്നാണ് പൊതുവെ കേട്ടത്, ഞാനും കണ്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു കാണാത്ത സിനിമകളാണ് കൂടുതൽ. അത് ഓഫ്കോഴ്സ് എല്ലാ സിനിമ കാണാനൊന്നും പറ്റില്ലല്ലോ. ഇപ്പൊ പിന്നെ ചില സിനിമകൾ ചൂസ് ചെയ്യുന്ന പലപ്പോഴും നമുക്ക് ഓൾറെഡി ഉള്ള നമ്മുടെ ചില പ്രിഫറൻസസ് വെച്ചിട്ടാണ്. ഇപ്പൊ അമരൻ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു പടമാണ്. പക്ഷെ ആ ഒരു ജോൺറ പടം ഇന്ത്യൻ വാർ പടങ്ങൾ പൊതുവിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ഇന്ത്യൻ മിലിറ്ററി പടങ്ങൾ പൊതുവിൽ ഞാൻ അത്ര കാണാൻ ആഗ്രഹിക്കാറില്ല. ഞാൻ ഈ പാൻസിംഗ് ഡോമർ ആണ് എന്നെ അർത്ഥത്തിൽ ഒരു നല്ലൊരു പടം, ആർമിയൊക്കെ കാണിച്ച. പിന്നെ മദ്രാസ് കഫേ ഒരു രസമുള്ള പടമാണ്. അങ്ങനത്തെയൊക്കെ ചില സിനിമകൾ മാറ്റി നിർത്തിയാൽ പൊതുവിൽ ആർമി പടങ്ങൾ എന്റെ ഒരു കപ്പ് ഓഫ് ടീ അല്ല. പിന്നെ ബോളിവുഡ് ആണ് അല്ല അടുത്തത്. ഞാൻ ഒറ്റ പടം ഹിന്ദി പടം കണ്ടിട്ടുള്ളത് കില്ല. ഞാനും കില്ല് ഉണ്ട്. സത്യം തന്നെ ഓർക്കുന്നില്ല. ആകെ ദുരന്ത സിനിമകളായിരുന്നു ഒരു മെജോറിറ്റി പടങ്ങൾ. ഞാൻ മഴഗാവോൺ എക്സ്പ്രസ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ട്, ഒരു സ്റ്റോണർ കോമഡി, ഒരു കുറെ അഡൾട്ട് കോമഡികളൊക്കെ ഉള്ള ഒരു പടം. അങ്ങനെ ഒരു മുതിർന്ന ആൾക്കാർക്ക് പക്ഷെ കണ്ടിരിക്കാം. ഒരു പക്കാ കോമഡി. സ്ത്രീ 2 ആണെന്ന് വലിയ ഹിറ്റ് അല്ലേ? സ്ത്രീ 2 അത് ഞാൻ കണ്ടില്ല. ഞാൻ മിക്കവാറും സിനിമകളൊന്നും ഒരുവിധം ഒന്നും കാണാനുള്ള ഒരു കരുത്ത് ആർജിച്ചിട്ടില്ല. ഹിന്ദി മാസ് മസാല അതിന്റെ ഏറ്റവും മോശം വർഷത്തിലൂടെയാണ് കടന്നു പോയത്. കാരണം ഈ നോർത്ത് ഇന്ത്യയിൽ പോലും ഈ സിനിമ ആസ്വദിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മളിത് എങ്ങനെ കാണും? അതായത് അവർക്ക് ഈ പടം എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ പടം എങ്ങനെ കാണാൻ പറ്റും? കാരണം അവർക്കാണ് ഇത് ശീലം, കണ്ട് ശീലം. ആ ശീലമുള്ളവർക്ക് ഇത് താങ്ങുന്നില്ല. പിന്നെ പറയേണ്ട ഒരു സിനിമ പുഷ്പ 2 ആണ്. അതെ, പുഷ്പ 2ന്റെ ഒരു പ്രത്യേകത, ഞാൻ കണ്ടു സിനിമ. ഞാൻ കാണണം എന്ന് വിചാരിച്ചല്ല, പക്ഷെ കാണേണ്ടി വന്നു. അപ്പൊ അങ്ങനെ പോയി കണ്ടതാ. പുഷ്പ 2 ഏറ്റവും വലിയ ഹിറ്റ് ആണല്ലോ ഈ വർഷത്തെ. ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും വലിയ ഹിറ്റ് ആയിട്ട് അത് മാറും. അത് ഈ പറഞ്ഞ പോലെ ഒരു പഠിക്കേണ്ട ഒരു ഫിനോമിനൻ ആണ്, എങ്ങനെയാണ് ഈ പുഷ്പ ഇത്ര വലിയ ഹിറ്റ് ആവുന്നത്. അപ്പൊ പുഷ്പയുടെ ഞാൻ നോക്കുമ്പോൾ വായിച്ചു നോക്കുമ്പോൾ രസം വെച്ചാൽ പുഷ്പ ഈ നോർത്ത് ഇന്ത്യൻ റൂറൽ ബെൽറ്റിൽ, ഇന്ത്യയിലെ റൂറൽ ബെൽറ്റിലാണ് പുഷ്പ ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ളത്. ഇപ്പം പുഷ്പ ബീഹാറിലോ മറ്റായിരുന്നു പുഷ്പയുടെ, പാറ്റ്നയിലോ മറ്റായിരുന്നു പുഷ്പയുടെ ഓഡിയോ ലോഞ്ച് ചെയ്തത്. അത് വളരെ റയർ ആണ് ഒരു സിനിമയുടെ അത് ബീഹാറിൽ അവിടെ പോയിട്ട് അത് ലോഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പം പുഷ്പയുടെ ടാർഗറ്റ് ഓഡിയൻസ് അവരാണ്. അപ്പം ഈ പറഞ്ഞ പോലെ വളരെ റൂറൽ ആയിട്ടുള്ള ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ് പുഷ്പ. പുഷ്പയുടെ കഥാപാത്രം ഉണ്ടാവുന്ന സാഹചര്യം വളരെ റൂറൽ ആയിട്ടുള്ള, വളരെ അണ്ടർഡോഗ് ആയിട്ടുള്ള ഒരാള് വലുതാവുന്നു. പിന്നെ പുഷ്പയുടെ ഡ്രസ്സിങ്, പുഷ്പയുടെ പാനൊക്കെ ചവച്ച് ഫുൾ ടൈം ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ. അപ്പം ഈസ്തെറ്റിക്കലി പുഷ്പ അവരുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. പുഷ്പയുടെ മാനറിസങ്ങള്, പുഷ്പയുടെ ഹീറോയിസ് ഒക്കെ ഇവർക്ക് ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. കേരളത്തിൽ പുഷ്പ 2 കമ്പാരിറ്റീവ്ലി എത്ര നല്ല റിവ്യൂസ് അല്ല ഉണ്ടാക്കിയതെന്ന് തോന്നുന്നു. പ്രത്യേകിച്ചും മെട്രോസിനേക്കാൾ കൂടുതൽ റൂറൽ ബെൽറ്റിലാണ് പുഷ്പ വലിയ ഹിറ്റായിട്ട് മാറിയിട്ടുള്ളത്. അതൊരു ശരിക്കും ഇന്ത്യൻ സിനിമയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ സിനിമകളുടെ ഒരു മാറുന്ന ഒരു സ്വഭാവം, അല്ലെങ്കിൽ അതിന്റെ ഒരു നമ്മൾ പഠിക്കാവുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു പുഷ്പ 2. ഒരു ആസ് എ ഫിനോമിനൻ കുറച്ചും കൂടെ ആഴത്തിലൊക്കെ മനസ്സിലാക്കേണ്ട സിനിമയേക്കാൾ കൂടുതൽ പുഷ്പ 2-നെ ഒരു കൾച്ചറൽ ഫിനോമിനൻ ആയിട്ട് കാണണമെന്നാണ് എന്റെ അഭിപ്രായം. ഞാൻ കണ്ടില്ല കേട്ടോ. കാണാൻ ഇത്ര എളുപ്പമുള്ള ഒരു പടമല്ല. പറഞ്ഞ ആൾക്കാർ നമ്മളെ തല്ലുന്നതാണ്, നമ്മൾ കാണാത്ത പടങ്ങളാണ് കൂടുതൽ. ഒരാൾ കാണുന്നു മറ്റേ കണ്ടിട്ടില്ല അങ്ങനെ. പിന്നെ ഒരു പടം, അത് ആക്ച്വലി മലയാളമാണോ എന്ന് വെച്ചാൽ മലയാളമാണ്, തമിഴാണോ വരച്ചു തമിഴ് ഉണ്ട്, അങ്ങനെ ഒരു പടമാണ് പാരഡൈസ്. അത് ആക്ച്വലി ഗംഭീര സിനിമയായിരുന്നു. പാരഡൈസ് ഞാൻ ഇതേപോലെ കണ്ട് തുടങ്ങിയിട്ട് പിന്നെ എന്തോ ഡിസ്ട്രാക്റ്റഡ് ആയി പോയിരുന്നു. അടിപൊളി സിനിമയാണ്. നമ്മളെ ഏഷ്യയിൽ നിന്നും വന്ന ഒരു നല്ല സിനിമകളിൽ ഒന്നായിട്ടാണ് ഞാൻ കാണുന്നത്. ഗംഭീര പടം. അയാളെ മുൻ പടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ സിനിമയുടെ ഒരു മുകളിൽ വലിയൊരു ഗ്രിപ്പുള്ള ഒരു ഗംഭീര ഡയറക്ടറാണ് കേട്ടോ, പ്രസന്ന വിതനാഗെ എന്ന് പറയുന്നത്. ഫിലിമോഗ്രാഫി ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അയാൾ മുമ്പ് ഇറങ്ങിയ സിനിമകളും എല്ലാം ഗംഭീരമാണ്. ഒറ്റപ്പാലത്ത് നടക്കുന്ന ഫിലിം ഫെസ്റ്റിവൽ ഇല്ലേ, ദ ഡയലോഗ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ, അതില് വരുന്നുണ്ട് ഇപ്പൊ. ഒരാഴ്ച കഴിഞ്ഞാൽ അയാൾ അവിടെ വരുന്നുണ്ട്. നമ്മള് ബോളിവുഡിനെ കുറിച്ച് ഒന്നും പറയാനില്ല. നീ ബോളിവുഡിലെ സിനിമകളായിട്ട് വരരുത്. ബോളിവുഡ് ആക്ച്വലി ഈസ് ഗോയിങ് ത്രൂ എ ക്രൈസിസ്. അതായത് അവർക്ക് ഒരു ഒറിജിനൽ കോണ്ടന്റ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇപ്പം ഈ OTT വരികയും റീജിയണൽ സിനിമകൾക്ക് വൈഡ് റിലീസ് കിട്ടി തുടങ്ങുകയും ചെയ്തതോടുകൂടി ആളുകൾക്ക്, പ്രത്യേകിച്ചും ബോളിവുഡ് സിനിമകൾ സെല്ല് ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ ആളുകൾക്ക് വ്യത്യസ്തമായ ഒരു സിനിമ അനുഭവങ്ങൾ കിട്ടി തുടങ്ങി. സോ അവര് കുറച്ചും കൂടെ ബെറ്റർ സിനിമകളുടെ പിന്നാലെ അവർ പോകുന്ന ഒരു അവസരത്തില് ബോളിവുഡിന് ഈ പറയുന്ന പോലെ അവരുടെ പഴയ സർക്കസ് വെച്ചിട്ട് പിടിച്ചെടുക്കാൻ പറ്റില്ല. മാത്രമല്ല ഈ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഇപ്പോ KGF-ഉം ബാഹുബലി മുതലും ഇങ്ങോട്ട് സൗത്ത് ഇന്ത്യൻ സിനിമകളാണ് ഇപ്പൊ എല്ലാം റൂൾ ചെയ്യുന്നത്. ഇന്ത്യ പടങ്ങൾ വന്നത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്നും കൃത്യമായിട്ട് അറിയില്ല. പിന്നെ ഇപ്പൊ ഈ വർഷം ഇറങ്ങിയ എനിക്ക് എൻജോയ് ചെയ്തൊരു ഇന്ത്യൻ സ്മോൾ വി ഇമാജിനേഷൻ ലൈറ്റ്, ഞാൻ ആസ്വദിച്ചൊരു സിനിമ, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമ. നമ്മളെ ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു അഭിമാനമാവുന്ന തരത്തിലൊരു ഇതൊക്കെ വന്ന ഒരു പടമാണല്ലോ അവാർഡ്. പക്ഷേ ഞാൻ അത്ര എൻജോയ് ചെയ്തില്ല. എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടു.
എത്ര അങ്ങോട്ട് എല്ലാവരും നല്ല സിനിമയാണ്, വളരെ നല്ല സിനിമയാണ്. അതിന്റെ എസ്തെറ്റിക്സും എനിക്ക് അവർ അതിന് ഉപയോഗിച്ച വിഷ്വൽ ലാംഗ്വേജ് ആക്ച്വലി ഇന്ത്യൻ ലോക സിനിമയിൽ അങ്ങനെ അവർ ഉപയോഗിച്ച് കണ്ടിട്ടില്ലാത്തൊരു ലാംഗ്വേജ് ആയിട്ട് എനിക്ക് അതിന്റെ ഒരു ഡ്രീമി ക്വാളിറ്റി ഉണ്ട് ആ സിനിമയ്ക്ക്. എനിക്ക് തോന്നുന്നു ആ സിനിമ ആക്ച്വലി ഒരു പകുതി സർറിയൽ ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത്തരം ഒരു സബ്ജക്റ്റില് ആൾക്കാർ കൂടുതലും ഒരു മുൻവിധി ഉണ്ടാവും. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള, കാരണം ഭയങ്കര ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമ പലരും എക്സ്പെക്ട് ചെയ്യും. ഈ ഭയങ്കര സോഷ്യൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഭയങ്കര ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടുള്ള പടങ്ങൾ എക്സ്പെക്ട് ചെയ്യും. പക്ഷെ ഇത് കൂടുതൽ അങ്ങനെ വലിയൊരു കഥയൊന്നുമില്ലല്ലോ. അതിനേക്കാൾ കൂടുതൽ സ്ട്രക്ചർഡ് ആണ്. ഒരു കുറച്ചും കൂടെ സറിയൽ ആയിട്ടുള്ള എൻ്റെ ഒരു വിഷ്വൽ സാധനത്തിൽ തന്നെ അതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് മേ ബി അങ്ങനത്തെ അതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ സിനിമ പക്ഷെ അർത്ഥത്തിൽ ഭയങ്കരമായിട്ട്. ഇവരെ ആദ്യ ഡോക്യുമെന്ററി ഉണ്ട്, നൈറ്റ് ഓഫ് നോയിങ് നത്തിങ്. പടം വലിയ ക്രിട്ടിക്കൽ പ്രശംസ നേടിയപ്പോൾ ഞാൻ അത് ഇരുന്ന് കണ്ടു. അത് ആക്ച്വലി ഇവര് ലോക സിനിമയ്ക്ക് തന്നെ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ഒരു എസ്തെറ്റിക്സും കഥ പറയുന്ന രീതി, നമ്മൾ പറയില്ല എന്താ പറയാ, ഭാഷ, വിഷ്വൽ ഭാഷ, അത് ഒരു വളരെ പുതുമയുള്ള ഒരു ഭാഷയാണ്. എനിക്കിപ്പം ഈവൻ അതിന്റെ ലൈറ്റിംഗ്, കളേഴ്സിന്റെ ചോയ്സസ്, ഈവൻ സൗണ്ട് സ്കേപ്പ്, പിന്നെ ക്യാരക്ടേഴ്സിന്റെ അകത്തോട്ട് അവർ പോകുന്ന രീതിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മള് അവർക്ക് വേണമെങ്കിൽ ഇത് ഭയങ്കര ഒരു ഗ്രൂസം, ഒരു ഭയങ്കര റോ ആയിട്ടുള്ള ഒരു സിനിമ ആയിട്ടൊക്കെ എടുക്കാം ഈ ഒരു ടോപ്പിക്കിന്. പക്ഷെ അതൊരു കണ്ട് ശീലിച്ച ഒരു സാധനമാണ്. നമ്മൾ ഇന്ത്യൻ സിനിമേന്റെ ഈ ഒരു സോഷ്യൽ റിയലിസത്തിന്റെ ഇതിന്റെ അകത്ത് നമ്മൾ കണ്ട് ശീലിച്ച ഒരു രീതിയാണ്. അതിനെ അവർ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ഇതിനെ കുറച്ചും കൂടെ ലൈറ്റ് ആയിട്ട് അവർ പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതേ ഒരു എക്സ്പെക്ടേഷൻ പ്രശ്നം അനോറയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അനോറ കൈകാര്യം ചെയ്യുന്ന പ്രമേയം സാധാരണ നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ളത് ഭയങ്കര ഹാർഡ് ഹിറ്റിംഗ് റിയലിസ്റ്റിക് പടമായിട്ടായിരിക്കും. അതായത് കാരണം ഒരു സെക്സ് വർക്കർ ഒരു മാഫിയ ഫാമിലിയിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു ഫാമിലിയിലേക്ക് ചെല്ലുന്നു. ഇപ്പൊ ഇവര് ഭയങ്കരമായ എക്സ്പീരിയൻസിലൂടെ പോകുന്ന ഒരു സിനിമയായിട്ട് അത് ഫീൽ ചെയ്യാവുന്നു. പക്ഷെ അനോറ കുറച്ചും കൂടെ ഒരു സ്ക്രൂബോൾ സ്വഭാവമുള്ള ഒരു സിനിമയാണ്. അതായത് ഒരു സെറ്ററൈസേഷൻ ഉണ്ട് അനോറയ്ക്കകത്ത്. അതേസമയം തന്നെ അതിൻ്റെ അകത്ത് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു എലമെന്റും ഉണ്ട്. അപ്പം അനോറ പലരും ഇതേപോലെ ഇതല്ല പാം ഡോർ ഇട്ടാൽ മാത്രം ഉണ്ടോ എന്നൊക്കെയുള്ള തോന്നലുകൾ വരുന്നത് ഈ പാം ഡോർ ഒന്ന് ഈ ഫെസ്റ്റിവലിന് വരുന്ന സിനിമകളൊക്കെ ഒരു ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് ഒരു അതെ ജൂറിന്റെ ഇതാണല്ലോ ആ സമയത്ത്. ജൂറിന്റെ അനോറ ഒരു ഡിഫറെന്റ് ടേക്കാണ്. ഇപ്പം ഒരു സെക്സ് വർക്കറുടെ കഷ്ടതകളിലൂടെ പോകുന്ന ഒരു സിനിമയെ സാധാരണഗതിയിൽ നമ്മൾ കണ്ട് ശീലിക്കുന്ന രീതിയല്ല അനോറ. എനിക്ക് പൊതുവെ സമൂഹത്തിന്റെ അകത്തുള്ള ലുംബൻ എലമെന്റ്സ് ആയിട്ടുള്ള ഇപ്പൊ ഈ സെക്സ് വർക്കേഴ്സ്, ഗുണ്ടകള്, ഇവർക്കൊന്നും നമ്മൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ യാതൊരു വിലയും കൊടുക്കാറില്ല. അപ്പൊ ആ ഒരു ഡിഗ്നിറ്റി ഇല്ലാത്ത രണ്ടുപേര് ലാസ്റ്റ് സിനിമയിൽ അവസാനം ബോണ്ട് ആവുകയാണല്ലോ. കണ്ടുകൊണ്ടല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ ആ കഥയിൽ അങ്ങോട്ട് മുഴുകി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ സിവിൽ വാർ ആണ്. സിവിൽ വാർ ഗംഭീര പടം. ഞാൻ സിവിൽ വാർ ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ്. ഞാൻ ഐമാക്സ് കണ്ടോ അല്ലേ. പിന്നെ ഫ്യൂറിയോസ അതുപോലെ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത ഒരു പടമാണ്. ഫ്യൂറിയോട് എക്സ്പെക്ട് ചെയ്ത് പോകുന്ന ഒരാൾക്ക് ഫ്യൂറിയോസ് അത്ര ഓക്കെ ആവണമെന്നില്ല. എനിക്ക് ആ പടം ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റിനെ പറ്റിയുള്ള സിനിമയാണുള്ളത്. എന്ത് എതിരെ വന്നാലും വി വിൽ ഫൈറ്റ് എന്നുള്ള ആ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ്. ഫ്യൂറിയോസ ഒരു ക്യാരക്ടർ സ്റ്റഡിയും കൂടിയാണ്. ഫ്യൂറിയോസ കുറെ കൂടെ ക്യാരക്ടറിനെ ഫോക്കസ് ചെയ്ത് ആക്ഷൻ സീക്വൻസസിനൊന്നുമല്ല. ഫ്യൂറിയോസ് ആ ക്യാരക്ടറും ആ ക്യാരക്ടറിന്റെ സ്ട്രഗിളും അതിലൂടെ ഒരു ഫിലോസഫിക്കൽ പ്രോബ്ലം അല്ലേ. എന്ത് പ്രതിബന്ധം വന്നാലും ഞാൻ മറികടന്നിരിക്കും. ബിക്കോസ് എനിക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു ഐഡിയൽ വേണം എന്നുള്ളതാണല്ലോ സിനിമ മുമ്പോട്ട് വെക്കുന്ന ഒരു കാര്യം. അതെനിക്ക് ഭയങ്കര നല്ലൊരു മെസ്സേജ് ആയിട്ട് തോന്നി. ഒരു കാലത്ത് ഉറവ് പറ്റാത്ത ഒരു ഡയറക്ടറാണ്, ഒരു രക്ഷയില്ല. പിന്നെ ഡൂൺ പാർട്ട് 2 ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എനിക്ക് ഫസ്റ്റിനേക്കാളും ഇഷ്ടപ്പെട്ടു തോന്നി. മാത്രമല്ല ഒരു കൊളോണിയലിസത്തിനെ പറ്റിയൊക്കെ ഉള്ള ഒരു പടമാണ് ആക്ച്വലി. വർത്തിന്റെ ക്ലൈമാക്സ് ആക്ച്വലി ഇവനും നമ്മൾ ഇത്രയും കാലം കണ്ടുകൊണ്ടുന്ന നായകനടക്കം ഒരു വില്ലൻ സ്വഭാവത്തിലേക്ക് വരികയാണ്. ബേസിക്കലി അയാൾ ഒരു കോളനൈസർ തന്നെയാണ്, കൊളോണിയൽ ശക്തിയാണ് അയാൾ എന്നുള്ള, അയാൾ അതിന്റെ എല്ലാ ഇതും അയാൾ കാണിക്കും എന്നുള്ളതാണ് സിനിമ കൊണ്ടുപോയി നിർത്തുന്നത്. അതെനിക്ക് നല്ലൊരു ഇതായിട്ട് തോന്നി ആ സിനിമ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ലിങ്ക്ലേറ്ററിന്റെ ഹിറ്റ്മാൻ ഞാൻ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. ഇപ്പൊ ഗ്ലാഡിയേറ്റർ 2 പക്ഷെ എന്നെ ഡിസപ്പോയിന്റ് ചെയ്തു. ഫസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഡിസപ്പോയിന്റിംഗ് പടമായിട്ട് തോന്നി. പ്രത്യേകിച്ച് ഒന്നും പുതുതായിട്ടൊന്നും പറയാനൊന്നുമില്ല. പിന്നെ എന്തിനാ സിനിമ എടുത്തേന്ന് തോന്നുന്നു നമുക്ക്. അതായത് എന്തിനാണ് ഇങ്ങനെ ഒരു സീക്വൽ ആ സിനിമയ്ക്ക് ചെയ്തതെന്ന് നമുക്കൊരു പിടിയിട്ടില്ല. അതിനൊരു പർപ്പസ് വേണല്ലോ ഒരു സീക്വൽ. അപ്പം ഗ്ലാഡിയേറ്റർ 1ന്റെ ആ ഒരു ലെഗസി ബേസ് ചെയ്തിട്ട് ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിൽ അപ്പുറത്തോട്ട് വലിയ സെറ്റ് പീസസ്, പിന്നെ കൂടുതൽ ഈ VFX-നെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വൻ സിനിമ എന്നുള്ള തരത്തിലാണ്. പക്ഷെ ഗ്ലാഡിയേറ്റർ 1 അങ്ങനെയായിരുന്നില്ലല്ലോ. റബൽ എഡ്ജ് ഗംഭീര സിനിമ. ഈ പ്രാവശ്യം കണ്ടതിൽ ഞാൻ ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നും. എനിക്കും അതെ, ഭയങ്കര രസമുള്ള സിനിമ. മാത്രമല്ല ഒരു പുതിയ സൂപ്പർ സ്റ്റാർ ആണ് ആ നടൻ, ആരോൺ പിയർ എന്ന് പറയുന്ന. അയാളാണ് മുഫാസയ്ക്ക് വോയിസ് കൊടുത്തല്ലേ. സബ്സ്റ്റൻസ് ഞാൻ കണ്ടില്ല. പൊതുവെ ഞാനൊരു ബോഡി ഹൊറർ ഫാൻ അല്ല, അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ വളരെ ട്വിസ്റ്റഡ് ആയ സിനിമകൾ. ഹോൾഡോവേഴ്സ് കണ്ടോ? ഹോൾഡോവേഴ്സ് കണ്ടില്ല. ഹോൾഡോവേഴ്സ് ഞാൻ എൻജോയ് ചെയ്തു കേട്ടോ. എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സിമ്പിൾ പടം അല്ലേ, ഭയങ്കര രസമുള്ള പടം. മാത്രമല്ല അതൊരു രസമുള്ള പടമാണ്, ഇമോഷണൽ ആണ്. ഇതിന്റെ കമ്മിങ് ഓഫ് ഏജിന്റെ ഒരു എലമെന്റ് ഉണ്ട്. ഒരു എലമെന്റ് ഉണ്ട്. പക്ഷെ അതിൽ ഈ രണ്ട്
ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കിടയിൽ ഒരു ബോണ്ടിങ്, വളരെ പ്രായമുള്ള ഒരാളും ഒരു ടീനേജറും തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങും അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അയാളെ ഈവനിൽ കാണുകയാണ്. സോ അവര് തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ടാവുന്നതാണ്. അപ്പൊ രസമുള്ള പടം, നല്ല രസമുള്ള കോൺവെർസേഷൻസ് വരുന്ന ഒരു സിനിമയാണ്. നമ്മളെ സൂപ്പർ സ്റ്റാർ അണ്ണന്മാര് ഒന്നിച്ച പടം മറ്റേ പൂർ തിങ്സ് ഈ വർഷം കഴിഞ്ഞല്ല കഴിഞ്ഞല്ലേ അല്ലേ പൂർ തിങ്സ്, നമ്മളെ ബ്രാഡ് പിറ്റും ജോർജ് ക്ലൂണി ഒന്നിച്ച പടം ഉണ്ടെങ്കിൽ അത് കണ്ട് വോൾഫ്സ് രസമുള്ള ഒരു പടം, ഒരു ഓളം പടം കണ്ടിരിക്കാൻ. ഫോൾ ഗൈ അതേപോലെ കണ്ടിരിക്കാൻ രസമുള്ള ഒരു പടയാണ്. പിന്നെ ലോങ് ലെഗ്സ് ഉണ്ട്. ലോങ് ലെഗ്സ് ഇതേപോലെ ഒരു രസമുള്ള എക്സ്പീരിയൻസ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ എന്റെ ഒരു ഫേവറേറ്റ് ജോണർ അത്, ഒരു ഇൻവെസ്റ്റിഗേഷനും ഹൊറർ എലമെന്റും കൂടെ യോജിച്ച് വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് എനിക്കൊരു പക്ഷേ എനിക്ക് തോന്നി എനിക്കതില് ഒരു പക്ഷേ ആ ലോങ് ലെഗ്സ് എന്നുള്ള ഒരു ക്യാരക്ടർ എനിക്ക് അങ്ങോട്ട് കത്തിയില്ല. അത് മാത്രമാണ് എനിക്ക് അതിന്റെ അതുവരെ ഞാൻ ഓക്കെ ആയിരുന്നു ആ സിനിമയില്. പക്ഷെ നിക്കോളസ് കേജിന്റെ ക്യാരക്ടർ ഉണ്ടാക്കിയ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു ആ സിനിമയിൽ, ഭയങ്കര ഹൈപ്പായിരുന്നു. അതിന്റെ ഞാൻ മേ ബി ആ റിവ്യൂ ഒക്കെ വായിച്ചു പോയതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ സിനിമ കാണുന്നതിന് മുമ്പ് കുറച്ച് വായിച്ചു. അപ്പൊ നിക്കോളസ് കേജ് അതെ, അപ്പൊ എനിക്ക് അതത്ര അങ്ങോട്ട് ട്വിസ്റ്റർ 2 കൊല്ല വന്ന ഗ്ലെൻ പവൽ നടീന്റെ പേര് പറഞ്ഞേ. ട്വിസ്റ്റർ 2 പറഞ്ഞ പോലെ VFX ആ ഒരു ടെക്നിക്കലി ആ പടം ഒരു അച്ചീവ്മെന്റ് ആണ്. ടിപ്പിക്കൽ ഹോളിവുഡ് പടം, ഹോളിവുഡിന്റെ ആ ഒരു കൈൻഡ് ഓഫ് പടം ഉണ്ടല്ലോ. പിന്നെ എനിക്ക് ഏറ്റവും ഹിറ്റ് ആയത് മറ്റേ ഇൻസൈഡ് ഔട്ട് 2 അല്ലേ, പ്രാവശ്യത്തെ ഏറ്റവും കളക്ട് ചെയ്ത പടം ഈ വർഷം. വൈൽഡ് റോബോട്ട് ഞാൻ കണ്ടില്ല. കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദ എനിക്ക് അതിന്റെ ഒരു ബേസിക് ഐഡിയയും കൺസെപ്റ്റും ഒക്കെ. കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരു റീബൂട്ട് ആയിട്ട് വർക്ക് ചെയ്തു. കാരണം ഇപ്പൊ പലരും ഭയങ്കര വാർ സീക്വൻസ് ഇല്ല എന്നാണ് പലരും. അതൊരു എന്റെ ഒരു പുതിയ ആ ഒരു ഫ്രാഞ്ചൈസിയെ, എനിക്ക് ആ ഫ്രാഞ്ചൈസിയെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ കണ്ടത് ഐഡിയ ഓഫ് യു എന്ന സിനിമ, ഇവരുടെ ഒരു തിരിച്ചുവരവ് പടം കേട്ടോ പറയുന്നത്, മറ്റേ എൻ ഹാത്വേയുടെ. അപ്പം അതെനിക്ക് ഇഷ്ടപ്പെട്ടു. രസമുള്ള ഒരു റോം കോം പടമാണ്, ഒരു റൊമാൻസ് മൂവിയാണ് ഐഡിയ ഓഫ് യു. രണ്ട് ഭയങ്കര ഏജ് ഉള്ള. പിന്നെ ഓർഡർ ഭയങ്കര രസമുള്ള. ഓർഡർ എന്റെ അഭിപ്രായത്തിൽ സിവിൽ വാർ കഴിഞ്ഞാൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമ, ഈ വർഷത്തെ ഏറ്റവും രസമുള്ള സിനിമകളിൽ ഒന്നായിരുന്നു ഓർഡർ. ഒരു കാണേണ്ട സിനിമ, അത് എല്ലാവരും കണ്ടിരിക്കേണ്ട ഗംഭീരമായ സിനിമകളാണ് സിവിൽ വാറും ഓർഡറും. ജൂഡ് ലോ ഒക്കെ അടിപൊളിയാണ്. മാത്രമല്ല അതൊരു 80s പറ്റിയുള്ള ഒരു സിനിമയാണ്. മാത്രമല്ല അത് 80s എടുത്ത ഒരു സിനിമയായിട്ട് നമുക്ക് തോന്നുന്നുള്ളതാണ് പടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളൊരു 80s സിനിമ ഇപ്പൊ എടുക്കുന്ന പോലെയല്ല, അത് 80s തന്നെ എടുത്ത ഒരു സിനിമയായിട്ടാണ് ആ സിനിമ. ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ്. അയാളെ കാലവും ആ വിഷ്വലി അത് അങ്ങനത്തെ രസമുള്ള ഭയങ്കര മേക്കിംഗ് ആണെങ്കിലും ക്യാരക്ടേഴ്സ് ആണെങ്കിലും. ഓർഡറിലാകെ നിക്കോളസ് ഹോൾട്ടിന്റെ ക്യാരക്ടറിന്റെ പെർസ്പെക്ടീവ്സ് അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ, അയാളുടെ പെർസ്പെക്ടീവ്സിന് കുറച്ചും കൂടെ സ്പേസ് കൊടുത്തിരുന്നെങ്കിൽ നന്നായെന്ന് എന്ന് തോന്നി. എനിക്ക് വളരെ ക്രിട്ടിക്കലി അതിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടായിരിക്കും അവർ അത്ര ഇത് കൊടുക്കാൻ. പക്ഷെ അതിഗംഭീരമായ സിനിമ. മാത്രമല്ല നിക്കോളസ് ഹോൾട്ട് കഴിഞ്ഞൊരു 3-4 മാസത്തിനിടയിൽ ചെയ്തത് എല്ലാ പടങ്ങളും അടിപൊളിയാണ്. ഒന്ന് ഓർഡർ വന്നു, പിന്നെ ജൂറർ 2 വന്നു, ഇപ്പൊ നൊസ്ഫെറാത്തു വരുന്നുണ്ട്. ഇന്ത്യയിൽ റിലീസായില്ല, പുറത്ത് റിലീസായി ഭയങ്കര ഹിറ്റായി. പിന്നെ ഏതോ ഒരു പടം കൂടി ഉണ്ടല്ലോ നിക്കോളസ് ഹോൾട്ടിന്റെ ഭയങ്കര ഹിറ്റായ ഒരു പടം. നിക്കോളസ് ഹോൾട്ടിന്റെ വേറെ ഒരു പടം കൂടെ ഉണ്ട്, 3 പടം ഉണ്ട് അല്ലേ? ഓർഡർ, ജൂറർ, മറ്റേ നൊസ്ഫെറാത്തു വന്ന് ഒന്നുകൂടെ ഉണ്ട്. ഇപ്പൊ ഈ അടുത്ത് തന്നെ ഇറങ്ങിയ ഒരു പടം കൂടെ അറിയില്ല, ഞാൻ ഓർക്കുന്നില്ല. ഭയങ്കര അടിപൊളി പടം അറിയുന്നുണ്ട്. ഈ ലിവ് ഇൻ ടൈം എനിക്ക് കണ്ടിട്ടില്ല. രണ്ടുപേരും എന്റെ ഫേവറേറ്റ് നടീ നടന്മാരാണ്. ഫ്ലോറൻസ് പോവ് ആയാലും ആൻഡ്രൂ ഗാർഫീൽഡ് ആയാലും രണ്ടുപേരും എനിക്ക് ഇഷ്ടമുള്ള. സൂക്ഷ്മദർശിനിയെ കുറിച്ച് പറഞ്ഞില്ല. സൂക്ഷ്മദർശിനിയെ കുറിച്ച് പറയുന്ന അവിടേക്ക് കട്ട് ചെയ്തിടാൻ പറ്റുമോ? പിന്നെ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ സൂക്ഷ്മദർശിനി ഒരു രസമുള്ള സിനിമയാണ്. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളത് ഒരു പോലീസിന്റെയോ ഒരു ക്രിമിനലിന്റെയോ പെർസ്പെക്റ്റീവ് അല്ലല്ലോ, ഒരു നാട്ടുമ്പുറത്തെ ഒരാളെ പെർസ്പെക്റ്റീവിലാണല്ലോ, അയൽക്കാരിയുടെ പെർസ്പെക്റ്റീവിലാണല്ലോ. അത് നല്ല രസമായിട്ട് എനിക്ക് തോന്നി. പിന്നെ മുറ എന്ന് പറഞ്ഞ സിനിമയാണ് ഈ ഒരു എനിക്ക് കണ്ടിരുന്നു. അത് ഞാൻ കണ്ടു, പക്ഷെ എനിക്ക് ഈ പറഞ്ഞ പോലെ അത്ര വലിയ ഇഷ്ടപ്പെട്ടു. ആരോഗ്യ മറ്റേ കമ്മട്ടിപ്പാടം ഒരു ട്രിവാൻഡ്രത്തിലേക്ക് മാറ്റി പിടിച്ച പോലെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയില്ലേ. കൊല്ലാണല്ലോ അല്ലേ. ബറോസ് കണ്ടില്ലല്ലോ, അതിനെ കുറിച്ച് കാണാത്തതിനെ കുറിച്ച് നമ്മൾ പറയണ്ട. ബറോസ് കൂടുതൽ ന്യൂ ഇയർ പടമായിട്ട് കണ്ടാൽ മതി. പിന്നെ ഈ വർഷം ഭയങ്കര ഹിറ്റായ പടം ലക്കി ഭാസ്കറാണ്. എനിക്ക് അതിന്റെ ഫിലോസഫി തീരെ ഞാനുമായിട്ട് തീരെ യോജിക്കാത്ത ഒരു ഫിലോസഫിയാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്തിട്ടായാലും കുഴപ്പമില്ല, നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാനാണെങ്കിൽ ഈ ലോകത്ത് നീതിക്കും നൈതികതയ്ക്കും ധാർമ്മികതയ്ക്കും ഒന്നും ഒരു വാല്യൂ ഇല്ല എന്നും, നിങ്ങൾ കാശുണ്ടാക്കിയാൽ മതി എന്ന് പറയുന്ന ഒരു സിനിമ. നിങ്ങൾ നീതിമാനാവുന്നതുകൊണ്ട്, നിങ്ങൾക്ക് കരുണ ഉണ്ടാവുന്നതുകൊണ്ട്, നിങ്ങൾ നല്ല ആളാവുന്നതുകൊണ്ട് അത് കാര്യമില്ല. യു ആർ വർത്ത്ലെസ് ഇഫ് യു ആർ കൈൻഡ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അല്ലെങ്കിൽ ആ ഒരു സാധനം ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ ഭയങ്കര ഷ്രൂഡ് ആവുക, പ്രാക്ടിക്കൽ ആവുക എന്നൊക്കെ പറയുന്നതടുത്ത് നിങ്ങൾ സക്സസ് ആയി, അതാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു സിനിമ. അപ്പൊ അതാണ് എനിക്ക് ആ സിനിമയിൽ തോന്നിയ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ ഈ മാർക്കോയിലെ വയലൻസ് പറഞ്ഞ പോലെ തന്നെയാണ് പണി എന്ന് പറയുന്ന സിനിമ. ഞാൻ കണ്ടില്ല. മാർക്കോയിലുള്ള അത്ര വയലൻസ് ഒന്നും ഇല്ല, പക്ഷെ പണിയിലെ വയലൻസും ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യണം. ഭയങ്കര വയലൻസ്, എക്സൈറ്റിംഗ് വയലൻസ്. എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. വയലൻസ് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. വയലൻസ് അല്ലല്ലോ നമ്മൾ എക്സൈറ്റ് ചെയ്യേണ്ട സാധനം. നീ പറഞ്ഞ പോലെ ജോജു ജോർജ് ഒരു
തമ്പുരാൻ കളിക്കാൻ വേണ്ടി എടുത്തൊരു സിനിമ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. മോഹൻലാലിന് ഒഴിച്ചിട്ടൊരു ജഗന്നാഥൻ അല്ലെങ്കിൽ നീലകണ്ഠൻ വാക്വം ഉണ്ടല്ലോ, ആ വാക്വത്തിൽ ഞാൻ കയറി നോക്കിയാലോ എന്ന് തോന്നിക്കുന്ന ഒരു സിനിമ. ശാസ്ത്രീയ സംഗീതം അറിയുന്ന, മറ്റേ ഫ്യൂഡൽ ആയിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസ് അറിയുന്ന ഭാര്യയുള്ള ഒരു ഒരു ഗിരിയേട്ടൻ. ഗിരിയേട്ടൻ ഗുണ്ടയാണെന്ന നല്ല ആളാണ്. ഇനിയിപ്പോ വേറെ ഏതുണ്ടോ? പല്ലോട്ടി ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല. കൊണ്ടലായിരുന്നു വേറൊരു സിനിമ. കൊണ്ടൊരു ഭയങ്കര വെറൈറ്റി പടം. സോറി. അപ്പൊ ഞാൻ അത്യാവശ്യം ഹോളിവുഡ് അല്ലാത്ത മറ്റ് ഇപ്പൊ ഫെസ്റ്റിവൽ സർക്യൂട്ടുകളിലൊക്കെ വലിയ ചർച്ചയായ കുറച്ച് സിനിമകളൊക്കെ ഞാൻ കണ്ടിരുന്നു. കാണാത്തതാണ് കൂടുതൽ. കണ്ടതിലിപ്പോ സീഡ് ഓഫ് ദി സേക്രഡ് പിഗ്, അത് എൻ്റെ ഒരു ഫേവറേറ്റ് ഡയറക്ടറാണ്. അയാൾ ഇറാനിയൻ ഡയറക്ടറാണ്. അത് ഗംഭീരമായ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണ്. പക്ഷെ അയാളുടെ മറ്റ് സിനിമകളുടെ അത്ര ഒരു ഇത് എനിക്ക് തോന്നിയില്ല. അയാളെ മുമ്പ് ഞാൻ കണ്ട പല അയാളെ സിനിമകളും വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്നാലും നല്ല കിടിലൻ സിനിമയാണ്. അത് എങ്ങനെയാണ് ഒരു പുറത്ത് നടക്കുന്ന ഒരു പൊളിറ്റിക്കൽ ടർമോയിൽ എങ്ങനെയാണ് രാഷ്ട്രീയപരമായിട്ട് ഉണ്ടാകുന്ന വലിയ സംഭവ വികാസങ്ങൾ നമ്മളെ പേഴ്സണൽ ജീവിതത്തിൽ എങ്ങനെ എങ്ങനെ ഒന്ന് ബാധിക്കുന്നു എന്നുള്ളതാണ് ആ പടം എക്സ്പ്ലോർ ചെയ്യുന്നത്. അത് ഈ മഹ്സ അമീനി പ്രൊട്ടസ്റ്റ് ഇറാനിലുണ്ടായില്ല, മറ്റേ തട്ടമിടാത്തതിന് ഒരു കുട്ടി കൊന്നു, ഇറാനിലെ മറ്റേ ഇവർ ഗാർഡ്സ് കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു കേസ് വലിയ പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്നല്ലോ. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു സിനിമയാണ്. അത് നന്നായിട്ട് ചെയ്തു അവര്. അടിപൊളി സിനിമയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഞാൻ കണ്ട ഒരു സിനിമയാണ് നീ ക്യാപ്പ്, IFF. അത് പക്ഷേ കഴിഞ്ഞ വർഷം ഇറങ്ങിയതാന്ന് തോന്നുന്നു. 2023 റിലീസും തോന്നുന്നു. ആണല്ലേ? ഞാൻ കണ്ട കൂടുതൽ സിനിമയും പഴയ സിനിമകളാണ് ഈ വർഷം. ഇപ്പൊ ഈ വർഷം ഇഷ്ടപ്പെട്ട ഇറങ്ങിയ സിനിമകളിൽ ഒരു ആക്ഷൻ മൂവി ഇപ്പം ട്വൈലൈറ്റ് ഓഫ് ദ വാരിയർ എന്നിട്ടൊരു പടം. ട്വൈലൈറ്റ് ഓഫ് ദ വാരിയർ എന്ന് തന്നെയാന്ന് തോന്നുന്നു. അത് ഗംഭീര പടം. കണ്ടോ നീ? ഗംഭീര വർക്കല്ല, കിടിലൻ ആക്ഷൻ മൂവി. അതായത് ആക്ച്വലി ഈ ഹോളിവുഡ് എത്ര ശ്രമിച്ചാലും നടക്കാത്ത ഒരു പരിപാടിയാണ് ഹോങ്കോങ് ആക്ഷൻ ഫിലിംസ് എന്ന് പറയുന്നത്. അല്ല, ആക്ഷൻ മൂവീസിലെ ഹോങ്കോങ് സിനിമകള് വേറൊരു ക്ലാസ്. അതെന്താന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തൊരു പടം. അത് കിടിലൻ പടം. അവരാ സെറ്റിംഗ് ആയാലും ശരി, മാത്രമല്ല അതിന് ഒരു റിയാലിറ്റി ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടെന്നും കൂടെ പറയുമ്പോഴാണ്. ഒരു റിയൽ വേൾഡ് ആയിരുന്നല്ലോ അത്. അപ്പം അത് നമുക്ക് ഭയങ്കര സറിയൽ ആയിട്ട് തോന്നുകയും ചെയ്യും. കിടിലൻ പടം, ഭയങ്കര രസമുള്ള ഒരു അടിപൊളി സിനിമ അല്ലേ? ശരിക്കും തിയേറ്ററിൽ ഇറങ്ങേണ്ട സിനിമയായിരുന്നു. ഇവിടെ തിയേറ്റർ വാച്ച് ആയിരുന്നു ആ പടം. അത്രയും രസമുള്ള ആക്ഷൻ സെറ്റ് പീസസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ IFFK കണ്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് അൾജിയേഴ്സ് എന്ന് പറയുന്ന ഒരു അൾജീരിയൻ ക്രൈം ത്രില്ലർ. അതൊരു എന്താ പറയാ, ഡേവിഡ് ഫിഞ്ചറിന്റെ ഒക്കെ ഒരു സ്റ്റൈലില്. നീ പറഞ്ഞു, ഞാൻ കണ്ടില്ല. അത് ഞാൻ എവിടെയും നോക്കിയിട്ട് കാണുന്നില്ല, എവിടെ റിലീസ് ആയിട്ടില്ല. ഇല്ല, ഡേവിഡ് ഫിഞ്ചറിന്റെ ഒരു സ്റ്റൈലിലെടുത്ത ഒരു അൾജീരിയൻ പടമാണ്. എനിക്ക് നല്ല ഗംഭീര പടമായിട്ട് തോന്നി. ബ്ലൂട്ടലിസ്റ്റ് ഇറങ്ങിയോ? ബ്ലൂട്ടലിസ്റ്റ് റിലീസ് ചെയ്തിട്ടില്ല. ഇവിടെ റിലീസ് ചെയ്തിട്ടില്ല. ഇറങ്ങി, പലയിടത്തും ഇറങ്ങി. നല്ല റിവ്യൂ ഉണ്ട്. അതെനിക്ക് കാണണമെന്നുണ്ട്. ഞാനും കാണണം എന്ന് വിചാരിച്ച പടം. പിന്നെ മെഗലോപോളിസ് കണ്ടോ? മെഗലോപോളിസ് കണ്ടില്ല. ഇല്ലല്ലോ, അത് ഞാൻ കണ്ടിട്ടില്ല. അത് പക്ഷെ കാണണം എന്ന് വിചാരിക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ 2024 ഇറങ്ങി, ഞാനും കണ്ടില്ല. പക്ഷെ ഏറ്റവും നിരൂപക പ്രശംസ കിട്ടിയ ഒരു സിനിമയാണ് നിക്കൽ ബോയ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കണ്ടു. നിക്കൽ ബോയ്സ് അത് ഭയങ്കര യുണീക്ക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. എങ്ങനെ വെച്ചാൽ നമ്മളിവിടുത്തെ ജുവനൈൽ ഹോംസ് പോലെയാണല്ലോ, അവിടെ കറക്ഷണൽ ഹോംസ്, അവിടെ ജീവിക്കുന്ന 2 കുട്ടികളെ കഥയാണ് വായിച്ചത്. പക്ഷെ അതിന്റെ പ്രത്യേകത കംപ്ലീറ്റ്ലി ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. എന്നുവെച്ചാല് ക്യാരക്ടർ എന്ന് പറഞ്ഞ ക്യാമറയാണ്. അങ്ങനെയല്ലേ? കംപ്ലീറ്റ് കോൺവെർസേഷൻ നടക്കുന്നത് 2 ക്യാരക്ടേഴ്സിൽ ഒരു ക്യാരക്ടർ ഫുൾ ക്യാമറയാണ്. നിക്കൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ. അതിന്റെ ഫിലിം മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണെന്ന് പറയുന്നത്. പക്ഷെ എവിടെയും റിലീസായില്ല, അതുകൊണ്ട് നമുക്ക് ഞാൻ കണ്ടില്ല. പക്ഷെ ഞാൻ പറ്റി ഒരുപാട് വായിക്കുന്നതനുസരിച്ച് ആൾക്കാർക്ക് പ്രൈസ് അല്ലാതെ ഒന്നും പറയാനില്ല പടത്തിനെ പറ്റി. കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുറെ സിനിമകളുണ്ട്. അപ്പൊ അതിലൊന്നും ഇപ്പൊ മറ്റേ ജെസ്സി ഹേസൻബർഗിന്റെ പടല്ലേ, റിയൽ പെയിൻ എന്ന് പറഞ്ഞ പടം, ഭയങ്കര നല്ല റിവ്യൂസ് ഉണ്ട്. എനിക്ക് ട്രെയിലറൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ ഒരു ടൈപ്പ് ഒരു അണ്ടർറേറ്റഡ് ഡയറക്ടറാണ്. അതെ, പുള്ളിയുടെ ഈ ഇതൊരു ആക്ച്വലി ഒരു 2 കസിൻസിന്റെ ബോണ്ടിങ്ങും അവരുടെ ഒരു ട്രാവൽ മൂവി ഒക്കെയാണ് ഇത്. അപ്പൊ രസമുണ്ട് അതിന്റെ ട്രെയിലറൊക്കെ. എവിടെ എത്തിയിട്ടില്ല പടം. ഒരുപാട് നല്ല സിനിമയൊന്നും, നല്ല ഹോളിവുഡ് സിനിമകള്, നല്ല ഫോറിൻ സിനിമകളൊന്നും, ഇന്റർനാഷണൽ സിനിമകളൊന്നും നമ്മളിവിടെ റിലീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. അപ്പം അതിനിവിടെ ഓഡിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം മേ ബി. നമ്മൾ ഈ ഫെസ്റ്റിവൽ വരുമ്പോ മാത്രം ആൾക്കാർ സിനിമ അല്ലെങ്കിൽ ആരും കാശ് കൊടുത്തിട്ട് നല്ല സിനിമ കാണാൻ പോകില്ല എന്ന് തോന്നുന്നു. 2024 മാർട്ടിൻ സ്കോർസെസെന്റെ ഏറ്റവും ഫേവറേറ്റ് സിനിമയായിട്ട് പറയുന്നതാണ് ഐ സോ ദ ടിവി ഗ്ലോ. ഒരു ഹൊറർ സാധനം കൂടെയാണ് പടം. ടിവിയിൽ നിന്ന് എന്തോ ഒരു ഹൊറർ ഇത് വരുന്നതാണ്. അതെങ്ങനെ TV എങ്ങനെ ഒരു വലിയൊരു ഇമ്പാക്ട്ഫുൾ സാധനം ആവുന്നതിനെ പറ്റി സൈക്കിനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ജസ്റ്റ് അതിന്റെ ഇത് കണ്ടോ? ഈ എന്താ പറയാ, നമ്മള് മൊബൈല് വന്നിരുന്നു എന്നൊരു സംശയം. ഞാൻ കണ്ടിട്ടില്ല. കാണണം. ഈ പറഞ്ഞ പോലെ കണ്ടതൊക്കെ കൂടുതലും പഴയ സിനിമകളൊക്കെയാണ്. ഞാൻ കുബ്രിക്കിന്റെ പഴയ സിനിമകൾ ഇരുന്ന് കണ്ടു. പിന്നെ സ്പോസസിന്റെ പഴയ സിനിമകൾ കണ്ടു. കൊറോസോവയുടെ പഴയ സിനിമകൾ കണ്ടു. ഇങ്ങനെ പലരെയും പഴയ സിനിമകളൊക്കെയാണ്. പഴയ പടങ്ങൾ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹോളിവുഡ്, ക്ലാസിക് ഹോളിവുഡ് കാണാനൊരു ശ്രമമൊക്കെ നടത്തി നോക്കി ഈ കൊല്ലം.
അങ്ങനെയൊക്കെ. എന്റെ അങ്ങനെ തന്നെ ക്ലാസിക്കൽ ഹോളിവുഡ് ആണ് നമ്മൾ പിന്നെയും എന്താണ് പറയാ വി റിട്ടേൺ ടു ദാറ്റ് എന്നൊക്കെ പറയാം, തിരിച്ച് അങ്ങോട്ടേക്ക് ഞാൻ പാസ് ഓഫ് ഗ്ലോറി ഞാൻ 2 ദിവസം മുന്നേ കണ്ടേ. അസാമാന്യ സിനിമയാണ് പാസ് ഓഫ് ഗ്ലോറി. പാസ് ഓഫ് ഗ്ലോറി പോലെ ഒരു സിനിമ ഇല്ല. ഞാൻ ആന്റി വാർ പടം വേറെ ഇങ്ങനെ ഒരു ആന്റി വാർ മൂവി എങ്ങനെ ഔട്ട്സ്റ്റാൻഡിങ്, നമ്മൾ ഓവർവെൽമിംഗ് എന്നൊക്കെ പറയില്ലേ. പ്രത്യേകിച്ച് ക്ലൈമാക്സ് പടം ഭയങ്കര ഇമോഷണൽ ആണ്, ഭയങ്കര ഇന്റലക്ച്വൽ ആണ്, ഭയങ്കര ഫിലോസഫിക്കൽ ആണ്. മാത്രല്ല വിഷ്വലി, കാരണം അന്ന് അങ്ങനെ ഒരു സിനിമ എടുക്കാന്ന് പറയുന്നത് അത് ഔട്ട്സ്റ്റാൻഡിങ് സിനിമയാണ്, ഗംഭീര പടം. അപ്പം എന്റെ കൂടുതലും റീവിസിറ്റിങ്സ് ആയിരുന്നു, അതായത് കാണാത്ത പഴയ പടങ്ങൾ. ഇപ്പൊ വേജസ് ഓഫ് ഫിയർ വീണ്ടും കണ്ടു, അല്ലെങ്കിൽ പഴയ പടങ്ങളൊക്കെ വീണ്ടും കാണുന്ന ഒരു വർഷമായിരുന്നു. അല്ലെങ്കിൽ കാണാതെ പോയ പഴയ പടങ്ങൾ, കണ്ട പല പഴയ പടം. പിന്നെ മലയാളത്തിൽ ഞാൻ കുറെ പഴയ സിനിമകൾ വീണ്ടും കണ്ട്. ഇപ്പം പഴയ സ്ഫടികം വീണ്ടും കണ്ടു ഈ പ്രാവശ്യം. സ്ഫടികം ഞാൻ വീണ്ടും വീണ്ടും എൻജോയ് ചെയ്തു. പിന്നെ പഴയ മലയാള പടങ്ങൾ, പഴയ തമാശ പടങ്ങൾ റീ റിലീസ് ചെയ്തതിൽ മണിച്ചിത്രത്താഴ് പോയി കണ്ടു. സ്റ്റിൽ വാച്ച് ചെയ്യാവുന്ന ഒരു പടമാണ് മണിച്ചിത്രത്താഴ്. തിയേറ്ററിൽ എനിക്കത് ബോറടിച്ചൊന്നുമില്ല, ഞാനത് എൻജോയ് ചെയ്തു. പിന്നെ നിങ്ങൾ ഈ ഒരു പടം ഇവിടെ IFFK ഉണ്ടായിരുന്നു, ഗേൾ വിത്ത് ദ നീഡിൽ. ഇല്ല, ഞാൻ അതിന്റെ ഇത് കഥ വായിച്ചു, സിനോപ്സിസ് വായിച്ചു, കാണണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ എനിക്ക് ബുക്കിംഗ് കിട്ടിയില്ല. എനിക്കും കിട്ടിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ബോളിവുഡിൽ വന്ന സിനിമകളിൽ കൊള്ളാൻ തോന്നിയ ഒരു സിനിമ അമർ സിംഗ് ചംകീല. അതായത് റിയൽ സ്റ്റോറിയാണ്, റിയൽ ക്യാരക്ടറാണ്, രസമുള്ള സിനിമ. ജാവേദ് അലി അല്ലേ ഡയറക്ടർ? ജാവേദ് അലി അല്ല, ഇംതിയാസ് അലി കുറച്ച് നാളിന് ശേഷം ചെയ്തിട്ട് നല്ല സിനിമ, നല്ല മ്യൂസിക് ആണ്. റഹ്മാന്റെ മ്യൂസിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു ആ സിനിമ. എനിക്ക് കാണുന്നത് മറ്റേ ദിൽജിത്ത് ദോഷാണ്, അയാളാണ് അതിന്റെ മെയിൻ ആക്ടർ, ആ റോൾ. ഇതൊരു പഞ്ചാബി സിംഗറും ഈ പഞ്ചാബിലെ ഒരു ടുമൾട്ടസ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റിൽ നടന്ന ഒരു കഥയാണ്. ഇയാള് ഭയങ്കര പഞ്ചാബിലെ എൽവിസ് പ്രീസ്ലി എന്നാണ് ഇയാൾ അറിഞ്ഞിരുന്നത്, അറിയപ്പെട്ടിരുന്നത്. അയാൾ കൊല ചെയ്യപ്പെട്ടു, അയാളുടെ ഭാര്യയും വെടിവെച്ച് കൊല ചെയ്യപ്പെട്ടു. അപ്പം അതാണ് അവരുടെ ആ കഥയാണ്. പക്ഷെ അത് രസമുള്ള സിനിമയായിരുന്നു. എനിക്ക് ഹിന്ദിയിൽ ഞാൻ കണ്ട സിനിമകളിൽ എനിക്ക് കൊല്ലം ഇഷ്ടപ്പെട്ട ഒരു 12th ഫെയിൽ എന്നൊരു സിനിമ ഉണ്ട്. അത് ഇക്കൊല്ലാണോ കഴിഞ്ഞ കൊല്ലാണോ എനിക്കറിയില്ല. ഈ കൊല്ലാണ് ഇറങ്ങിയതെങ്കിൽ 12th ഫെയിൽ ഒരു എന്താ പറയാ, ഒരു ഈ പറഞ്ഞ പോലെ ഒരു അച്ചീവ്മെന്റ് സ്റ്റോറി, പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ ചംകീല അങ്ങനെയല്ല, ചംകീല ഒരു ഡിഫറെന്റ് മൂവി തന്നെയാണ്, കാണാണ്ട ഒരു നെറ്റ്ഫ്ലിക്സിൽ ഉണ്ട് ആ പടം. അത് പക്ഷെ തിയേറ്ററിൽ റിലീസ് ഇല്ല ചംകീലക്ക്. 23 അല്ലെ 12th ഫെയിൽ. നമുക്ക് സിനിമയെ കുറിച്ച് പറയാനിരുന്ന ഒരുപാട് സമയം ഇങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. ഇത് കാണാത്ത സിനിമകളാണ്. അതെ. അപ്പൊ അതുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. 2025 കൂടുതൽ നല്ല സിനിമകൾ ഉണ്ടാകും, കാണാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ. താങ്ക് യു, ബൈ.